Okay. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ റൊട്ടേഷൻ ആയിരുന്നു നിർത്തിയത്. അപ്പോൾ റൊട്ടേഷൻ്റെ കേസിൽ ഏതുവരെ ഡിസ്കസ് ചെയ്തു? 12 13 ഏതുവരെ ഡിസ്കസ് ചെയ്തിരുന്നു? ഏതുവരെ ഡിസ്കസ് ചെയ്ത്? 12 13 12 തോന്നുന്നു. 12 വരെ ഡിസ്കസ് ചെയ്തെന്ന് തോന്നുന്നു. അവിടെ എഴുതിയിട്ടുണ്ട്. 13 ഡിസ്കസ് ചെയ്തു. ഓക്കെ. സോ ബാക്കിയുള്ളതൊന്ന് നോക്കാം. പതിമൂന്ന് വരെ ഡിസ്കസ് ചെയ്തെന്നാ പറഞ്ഞത്. 14 നോക്കാം. ഓക്കെ, അതിനെ ചെയ്ത് നോക്കിയിരുന്നോ? ചെയ്ത് നോക്കിയിട്ട് കിട്ടാത്ത ഏതൊക്കെയാ? ഇപ്പൊ എല്ലാം ഡിസ്കസ് ചെയ്യാൻ നമുക്ക് സമയം ഉണ്ടാവില്ല, അതാണ് പ്രശ്നം. ഓക്കെ, ലഭ്യം ചെയ്തിട്ടുണ്ട്. വേറെ ആരെങ്കിലും ചെയ്ത് നോക്കിയിരുന്നോ? ചെയ്ത് നോക്കിയിട്ട് കിട്ടാത്ത ഉണ്ടോ? ബുദ്ധിമുട്ടായിട്ട് തോന്നിയ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാ? ബുദ്ധിമുട്ടായിട്ട് ഏതെങ്കിലും ക്വസ്റ്റ്യൻ തോന്നിയിരുന്നോ? റിപ്ലൈ ആരെങ്കിലും? ഇപ്പൊ ഞാനിങ്ങനെ ഇത് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 20. പിന്നെ ഓക്കെ, നവീനൊക്കെ കിട്ടിയിരുന്നു. വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇല്ല, അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 20 പറഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു 34 ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതിനകത്ത്. ഞാനൊരു 24 വരെ ചെയ്യാം. ഓക്കെ, ബാക്കി 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് കിട്ടാത്ത അടുത്ത ക്ലാസ്സിൽ പറയാം. അതിന് മുമ്പ് ഞാൻ വർക്ക് എനർജി പവറിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അതാരും പറഞ്ഞില്ല. സൗണ്ട് ഇല്ലേ? കേൾക്കാൻ പറ്റുന്നില്ല വേറെ ആർക്കും? ഹലോ, സൗണ്ട് ഇല്ലേ? കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ടെന്നാണല്ലോ. ബാക്കി കുറച്ച് പേര് റിപ്ലൈ ഒക്കെ ചെയ്തല്ലോ. ഓക്കെ, അപ്പൊ സൗണ്ട് ഇല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. ഓക്കെ ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അടുത്തത് 14ാമത്തെ ക്വസ്റ്റ്യൻ. അത് പറയുന്നതിന് മുമ്പ് വർക്ക് എനർജി പവറിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചെയ്തില്ല. ഒരു സ്പ്രിങ്ങിലോട്ടൊരു ബോൾ മൂവ് ചെയ്യുന്ന താഴേക്ക് വരുന്ന ക്വസ്റ്റ്യൻ. അതിനകത്ത് ഞാൻ ആൻസർ നോക്കിയപ്പോൾ ബോണസ് എന്നാണ് കണ്ടത്. പിന്നെ നോക്കിയപ്പോഴാണ് ഞാൻ ചെയ്തതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ അതിനകത്തുള്ള സ്പ്രിംഗ് ബ്ലോക്ക് സിസ്റ്റത്തിന്റെ കേസിൽ അത് ഫോളോ ചെയ്യുന്നത് ഒരു പാനിലോട്ടാണ്. ആ പാനിനും എന്തുണ്ട്? മാസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇങ്ങനെ ഒരു പാനിലോട്ടായിരുന്നു അത് മൂവ് ചെയ്യുന്നത്. അതിനൊരു 3 kg മാസും കൂടി ഉണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യനിൽ ചെയ്തപ്പോൾ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഓക്കെ,
സോ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ചെയ്തതല്ല അതിന്റെ ആൻസർ ഓപ്ഷൻസിൽ ഇല്ല എന്ന് തോന്നുന്നു. നമുക്ക് ഏതായാലും അടുത്ത ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. Question number 14. Let the moment of inertia of a hollow cylinder of length 30 centimeter, inner radius 10 centimeter and outer radius 20 centimeter about its axis be I. The radius of a thin cylinder of the same mass such that its moment of inertia about its axis is also I. Then, okay. So, is the moment of inertia of a hollow cylinder എന്ന് പറഞ്ഞാൽ ഇന്നർ റേഡിയസും ഉണ്ട് ഔട്ടർ റേഡിയസും ഉണ്ട്. അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റേഡിയസ് ഓഫ് എ തിൻ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഹോളോ ഷെൽ, ഒരു ഷെല്ല് പോലത്തെ സിലിണ്ടർ, അതിന്റെ റേഡിയസ് എത്ര വരണം? സോ ദാറ്റ് ഇറ്റ്സ് മൊമെന്റ് ഓഫ് ഇനർഷ്യ വിൽ ബി സെയിം. അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ സെയിം വരണം. സോ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്കൊരു ഫസ്റ്റ് ഒരു ഹോളോ സിലിണ്ടർ ഉണ്ട്. ഹോളോ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഹോളോ അല്ല. The cylinder is not completely hollow. ഇങ്ങനെയുള്ളൊരു സിലിണ്ടർ ആണ്. ഓക്കെ, സോ അതിന്റെ ഇന്നർ റേഡിയസ് 10 സെന്റിമീറ്റർ ആണ്. ഔട്ടർ റേഡിയസ് ഇറ്റ്സ് inner radius is 10 centimeter, outer radius is 20 centimeter. Okay, inner radius 10 centimeter, outer radius 20 centimeter ആണ് ആ കേസിലുള്ളത്. സോ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐ ആണ്. ഇറ്റ്സ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇസ് ഐ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഷുഡ് ബി ദി റേഡിയസ് ഓഫ് എ ഹോളോ കംപ്ലീറ്റ്ലി ഹോളോ സിലിണ്ടർ, സോ ദാറ്റ് ഇറ്റ്സ് മൊമെന്റ് ഓഫ് ഇനർഷ്യ വിൽ ബി ഓൾസോ സെയിം. മൊമെന്റ് ഓഫ് ഇനർഷ്യ അതിൻ്റെതും സെയിം ആവണം. സോ ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താ വരും? വാട്ട് വിൽ ബി ദി മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ പാർഷ്യലി ഹോളോ, അല്ലെങ്കിൽ ഒരു ഉള്ളിലൊരു ക്യാവിറ്റി ഉള്ള ഒരു സംഭവത്തിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? മൊമെന്റ് ഓഫ് ഇനർഷ്യ, ഇതിനകത്ത് ഇത്രയും പോർഷൻ ക്യാവിറ്റിയാണ്, ഉള്ളിൽ ക്യാവിറ്റിയാണ്. അപ്പോ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഫുള്ളെന്ന് അല്ലെ, ദി മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് റിമൈനിങ് പോർഷൻ എന്താണെന്ന് ചോദിച്ചാൽ, റിമൈനിങ് പോർഷന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താണെന്ന് ചോദിച്ചാൽ ഫുള്ളെന്ന് എന്ത് സബ്ട്രാക്ട് ചെയ്യണം? റിമൂവ്ഡ് സബ്ട്രാക്ട് ചെയ്താൽ മതി. ഓക്കെ, അബൌട്ട് ദി സെയിം ആക്സിസ്. ഫുൾ സിസ്റ്റത്തിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യന്ന് റിമൂവ്ഡിൻ്റെത് സബ്ട്രാക്ട് ചെയ്താൽ മതി. ഓക്കെ, അബൌട്ട് സെയിം ആക്സിസ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇടക്കിടക്ക് വരാറുണ്ട്, അബൌട്ട് സെയിം ആക്സിസ്. സോ അപ്പൊ ഇതിന്റെ കേസിൽ നമുക്കറിയാം ഇതൊരു ഫസ്റ്റ് കേസ് നമ്മൾ നോക്കുമ്പോൾ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കേസിൽ ഇതിന്റെ റേഡിയസ് 10 ആണ്, ഇതിന്റെ റേഡിയസ് 20 ആണ് അല്ലെ, 20 ആണ്. ഇതൊരു ഫുൾ സിലിണ്ടർ ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ വോളിയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫുള്ളിന്റെ മാസ് എന്ന് പറയുന്നത് ഡെൻസിറ്റി ഇൻറ്റു പൈ ഇൻറ്റു 20 സ്ക്വയർ ഇൻറ്റു ലെങ്ത് എന്ന് പറയുന്നത്. ഡെൻസിറ്റി ഇൻറ്റു പൈ ഇൻറ്റു 20 സ്ക്വയർ ഇൻറ്റു ലെങ്ത്, പൈ ആർ സ്ക്വയർ എച്ച് ആണ് വോളിയം. ഇതാണ് ഫുൾ മാസ് വരിക. എം ഫുൾ നടക്കും. റിമൈനിങ്ങിന്റെ മാസ് വരുന്നത് എന്താണ്, അല്ലെങ്കിൽ റിമൂവ്ഡിന്റെ മാസ് എന്താ വരിക? ഡെൻസിറ്റി ഇൻറ്റു പൈ ഇൻറ്റു 10 സ്ക്വയർ ഇൻറ്റു എൽ എന്നാണ് വരിക അല്ലെ. ഡെൻസിറ്റി ഇൻറ്റു പൈ ഇൻറ്റു 10 സ്ക്വയർ ഇൻറ്റു എൽ. സോ ആക്ച്വലി ദിസ് ഈസ് എം ബൈ ഫോർ ആണ് അല്ലെ. ടോട്ടൽ മാസിന്റെ ബൈ 4 ആണ്. ഇവിടെ 20 സ്ക്വയറും ഇവിടെ 10 സ്ക്വയർ ആണുള്ളത്. സോ ഫുൾ മാസിന്റെ ബൈ 4 ആണ് ഇതുള്ളത്. ഓക്കെ, സോ ഇറ്റ് വിൽ ബി, ഇപ്പോ റിമൈനിങ് മാസ് എത്രയായിരുന്നു? എം റിമൈനിങ് എത്രയാണ്? എം റിമൈനിങ് വിൽ ബി 3m/4. 3m/4 ആണ്. ഫുൾ മാസിന്റെ 3/4 ആണ് റിമൈനിങ് ആയിട്ടുള്ളത്. ഓക്കെ, ഫുൾ മാസിന്റെ 3/4 ആണ് ഇവിടെ റിമൈനിങ് ആയിട്ട് ഉള്ളത്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എഴുതേണ്ടത് അതിന്റെ മാസിന്റെ ടേംസിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ട് വേണം അവസാനത്തോട്ട് കൊണ്ടുവരാൻ. സോ ഫുള്ളിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താണ്? ഫുള്ളിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എം ഫുൾ ഇൻറ്റു 20 സ്ക്വയർ ബൈ 2, എം ഫുൾ ഇൻറ്റു 20 സ്ക്വയർ ബൈ 2 മൈനസ് എം ഫുൾ ബൈ 4, അതിന്റെ മാസ്. ഉള്ളിലുള്ള സംഭവം ഒരു കംപ്ലീറ്റ്, ഞാൻ എന്താണ് ഫുൾ സിലിണ്ടറിന് നടുവിലുള്ള സിലിണ്ടർ ഒഴിവാക്കി ആ 10 റേഡിയസ് ഉള്ള പോർഷൻ റിമൂവ് ചെയ്യാണ് ചെയ്തത്. സോ ഇൻറ്റു 10 സ്ക്വയർ ബൈ 2. സോ ദിസ് ഈസ്
This is how much it will be by 2 common ആണ്. M full by M full into 10 square by 2 common ആണ്. ബാക്കിയുള്ള എന്താണ്? ഇവിടെ ഒരു 4 പിന്നെ അവിടെ ഒരു 1/4 ബാക്കിയുണ്ടാവും അല്ലേ? by 4 ഒരു 1/4 ബാക്കിയുണ്ട്. So this is M full by 2 into 4 minus 4/4, 15/4. So this is M full into 15/8 എന്ന് വരും. ഏതിൻ്റെത് ഇതിന്റെ റിമൈനിങ് പോർഷന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ, അതായത് I എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. പക്ഷെ അതിന്റെ മാസമാണ് നമ്മൾ M ആയിട്ട് എടുക്കേണ്ടത്. M ഫുൾ അല്ല ഇവിടെ തന്നിട്ടുള്ള M, ഈ റിമൈനിങ് പോർഷന്റെ സംഭവമാണ് ഇവിടെ M ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇത്രയും പോർഷന്റെ മാസമാണ് M ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. സോ M ഫുള്ളിനെ നമ്മൾ നമ്മുടെ റിമൈനിങ് പോർഷന്റെ മാസിന്റെ ടേംസിലോട്ട് മാറ്റണം. സോ M full will be 4/3 times M remaining. 4/3 times M remaining ആയിരിക്കും. സോ ദിസ് ഈസ്, അതായത് ഈ ആക്ച്വൽ ഉള്ള മാസിന്റെ ടേംസിൽ നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യണം. സോ പിന്നെ ഒരു 10 സ്ക്വയറും കൂടി ഉണ്ടാവും കേട്ടോ. 10 സ്ക്വയറും കൂടി ഉണ്ടാവും. 10 സ്ക്വയർ ഞാൻ എഴുതാൻ മറന്നു. സോ ഇറ്റ് വിൽ ബി 4/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4/3 into M remaining, അതിന്റെ മാസമാണ് M ആയിട്ട് ക്വസ്റ്റ്യനിൽ ഞാൻ എടുക്കേണ്ടത്. 15/8 into 10 square. സോ ഇത് 5 വരും, ഇത് 2 ബാക്കി ഉണ്ടാവും. It will be 5/2 M into 10 square. 5/2 M into 10 square. ഇനി എന്താണ്? ഹോളോ സിലിണ്ടറിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ. അടുത്ത പാർട്ട് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഹോളോ സിലിണ്ടറിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യയും എന്ത് വരണം? ഇതേപോലെ തന്നെ വരണം. We have to make the moment of inertia of the hollow cylinder also this. അങ്ങനെയാണെങ്കിൽ അതിന്റെ റേഡിയസ് എന്ത് വരണം എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. What should be its radius in order to be that true? അത് ശരിയാവാൻ വേണ്ടിയിട്ട് അതിന്റെ റേഡിയസ് എന്ത് വരണം എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. സോ ബാക്കി സിമ്പിൾ ആണ്. ഹോളോ സിലിണ്ടറിന്റെ എന്താണ്? ഹോളോ സിലിണ്ടറിന്റെ കേസിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താണ്? mr² ആണ്. റിങ്ങിന്റെ അതേ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് ഹോളോ സിലിണ്ടറിന് ഉണ്ടാവുക. കാരണം ഒരുപാട് റിങ് അട്ടിക്കട്ടിക്ക് വെച്ചാൽ എന്തായി? ഹോളോ സിലിണ്ടർ ആയി. സോ റിങ്ങിന്റെ അതേ മൊമെന്റ്, അതേപോലെ ഡിസ്കിന്റെ അതേ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് സോളിഡ് സിലിണ്ടറിന് ഉണ്ടാവുക. കാരണം ഒരുപാട് ഡിസ്കുകൾ അട്ടിക്കട്ടിക്ക് വെച്ചാൽ എന്തായി? സോളിഡ് സിലിണ്ടർ ആയിട്ട് മാറി. ഓക്കെ, സോ ദാറ്റ് ഈസ് ഗിവൺ ബൈ M into r² is equal to എന്ത് വരണം? 5/2 M into 10 square. So M cancel ചെയ്ത് പോയാൽ R is equal to square root of 5/2 into 10 എന്ന് വരും. Square root of 5/2 into 10 ആണ് ആൻസർ വരിക. So square root of 5/2 എത്രയാ? Square root of 5/2 2.5ന്റെ സ്ക്വയർ റൂട്ട് വരും. 2.5ന്റെ സ്ക്വയർ റൂട്ട് എത്ര? 1.6 ആണോ? 256 ആണ് അല്ലെ? 256ന്റെ സ്ക്വയർ റൂട്ട് എത്രയാ? 256ന്റെ സ്ക്വയർ റൂട്ട് 16 ആണ്. സോ 250യുടെ സ്ക്വയർ റൂട്ടും 16ന്റെ അടുത്ത് വരും. ഓക്കെ, ഇറ്റ് വിൽ ബി ക്ലോസർ ടു 16. സോ ഇറ്റ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി 16 സെന്റിമീറ്റർ. ഓക്കെ, 16 സെന്റിമീറ്റർ എന്ന് വരും ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ: a particle of mass 20 gram is released when an initial velocity 5 meter per second along the curve from point A as shown in the figure. The point A is at a height h from point B. Point A is at a height h from point B. The particle slides down along the frictionless surface. When the particle reaches point B, its angular momentum about O will be. What will be the angular momentum about O? So നമുക്ക് ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്. ഇത് റോൾ ചെയ്യുന്ന പോലെ കാണിച്ചിട്ടുണ്ട്, പക്ഷെ എന്താണ് റോൾ ചെയ്യുന്നത് പറഞ്ഞിട്ടില്ല അല്ലെ?
സോ നമുക്കത് പാർട്ടികൾ തന്നെ ആയിട്ട് എടുക്കാം, സാധാ പാർട്ടികൾ തന്നെ ആയിട്ട് എടുക്കാം. ഓക്കെ, പോയിന്റ് ഇതിനകത്ത് ഡയഗ്രത്തിനകത്ത് ഷോൺ ആസ് ഇറ്റ്സ് റോൾ ചെയ്യുന്ന പോലെയാണ് കാണിച്ചിട്ടുള്ളത്. പക്ഷെ നമുക്ക് തൽക്കാലം അത് പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി എത്രയുണ്ട്? ഇനീഷ്യൽ വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ് ഉണ്ട്. താഴെത്തുമ്പോഴുള്ള ഇവിടെ അബൌട്ട് ദിസ് പോയിന്റ് വാട്ട് ഈസ് ദി, ഇവിടെ എത്തുമ്പോൾ വെലോസിറ്റി ഇങ്ങനെയാണ് ഉണ്ടാവുക ഈ ഡയറക്ഷൻ. ഇവിടെ എത്തുമ്പോൾ വാട്ട് ഈസ് ദി ആംഗുലാർ മൊമെന്റം അബൌട്ട് ഓ വെച്ചിട്ടുള്ള ആംഗുലാർ മൊമെന്റം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിന്റെ കേസിൽ എങ്ങനെ വരും? നമുക്കിവിടെ ഇങ്ങനെ ഒരു കർവ്ഡ് ട്രാക്ക് ഉണ്ട്. ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ്, ഇനീഷ്യൽ വെലോസിറ്റി ഈസ് 5 മീറ്റർ പെർ സെക്കൻഡ് ഈ ഡയറക്ഷനിലുണ്ട്. താഴേക്ക് 10 മീറ്റർ ആണ് താഴേക്കുള്ളത്, 10 മീറ്റർ ആണ്. പിന്നെ ഇവിടുന്ന് ഒരു 10 മീറ്റർ ഹൈറ്റിൽ എന്ന് വെച്ചാൽ ടോട്ടൽ 20 മീറ്റർ ഹൈറ്റിലാണ് ഓ എന്ന് പറയുന്ന പോയിന്റ് ഉള്ളത്. ഓ എന്ന് പറയുന്നത് 20 മീറ്റർ ഹൈറ്റിലാണ്. അങ്ങനെ തന്നെയല്ലേ ക്വസ്റ്റ്യനിലുള്ളത്? ഓക്കെ, സോ മാസ് 20 ഗ്രാം ആണ്. നമ്മളോട് ചോദിച്ചത് അബൌട്ട് ദിസ് പോയിന്റ് വാട്ട് ഈസ് ദി ആംഗുലാർ മൊമെന്റം. ആംഗുലാർ മൊമെന്റം ഉണ്ട്. ആംഗുലാർ മൊമെന്റം നമുക്കറിയാം ആർ ക്രോസ് എം വി ആണ്, അല്ലെങ്കിൽ ആർ ക്രോസ് എം വി ആണ് ആംഗുലാർ മൊമെന്റം. അതല്ലെങ്കിൽ എം വി ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അല്ലെ? മൊമെന്റം ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വാട്ട് ആൻഡ് വാട്ട്? The line of action of momentum. This is the line of action of momentum. Momentum is acting along this line, and the point about which we are taking the angular momentum. ഏത് പോയിന്റ് വെച്ചിട്ടാണോ ആംഗുലാർ മൊമെന്റം എടുക്കുന്നത് ആ പോയിന്റ് വെച്ചിട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ടു ദി ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. അത് ഈ കേസിൽ 20 ആണെന്ന് ക്ലിയർ ആണ്. അപ്പൊ താഴത്തെ വെലോസിറ്റിയും കൂടി കിട്ടിയാൽ മതി. താഴത്തെ വെലോസിറ്റി കിട്ടാൻ എന്ത് ചെയ്താൽ മതി? വർക്ക് എനർജി തിയറോ അല്ലെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി യൂസ് ചെയ്യുകയാണെങ്കിൽ ഇനീഷ്യലി ഉള്ള ടോട്ടൽ എനർജി ഹാഫ് എം ഇൻറ്റു 5 സ്ക്വയർ പ്ലസ് എം ജി ഇൻറ്റു 10, അല്ലെ? എം ജി ഇൻറ്റു 10 ഇതല്ല ഇനീഷ്യലി ഉള്ളത്. പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി ഹാസ് ടു ബി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. സോ എന്ത് കിട്ടും? അപ്പം എം ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി ഉണ്ടാവുക വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2gh എന്ന് പറയുന്ന സാധാരണ 1 ഡയമെൻഷനിൽ കിട്ടുന്ന ഇക്വേഷനിലോട്ട് തന്നെ നമ്മൾ തിരിച്ചെത്തും. സോ ദാറ്റ് ഈസ് ഗിവൺ ബൈ 5 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ജി ന്റെ വാല്യൂ 10 ഇൻറ്റു 10. സോ ദിസ് ഈസ് 225. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 225. വി എത്രയാണ്? വി ഇസ് ഈക്വൽ ടു 15 മീറ്റർ പെർ സെക്കൻഡ്. സ്ക്വയർ റൂട്ട് ഓഫ് 225, that is 15 meter per second. 15 അല്ലേ? 225. ഓക്കെ, നല്ല. അടുത്തത് ഇപ്പൊ സ്പീഡ് കിട്ടി, ദാറ്റ് ഈസ് 15 മീറ്റർ പെർ സെക്കൻഡ്. പിന്നെ ആംഗുലർ മൊമെന്റം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. സോ എൽ ഒ ഇസ് ഈക്വൽ ടു എം വി ഇൻറ്റു ആർ പെർപെൻഡിക്കുലർ. എം എത്രയാണ്? 20 ഗ്രാം. 20 ഇൻറ്റു 10⁻³ വി എത്രയാണ്? 15 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണ്? 20. So this is 400 into 15, that is 6,000 into 10⁻³ So this will be 6 യൂണിറ്റ്. എന്താ പറയുക ആംഗുലാർ മൊമെന്റത്തിൻ്റെത്? ടോർക്കിന്റെ യൂണിറ്റ് എന്താണ്? ടോർക്ക് ഈസ് ന്യൂട്ടൺ മീറ്റർ ഇൻറ്റു ടൈം എന്ന് വരും. സോ ന്യൂട്ടൺ മീറ്റർ സെക്കൻഡ് എന്നൊക്കെ വരും. അങ്ങനെ എടുക്കാനും കുഴപ്പമില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് ആംഗുലാർ മൊമെന്റം. ഓക്കെ, അതാണ് ആംഗുലാർ മൊമെന്റത്തിന്റെ കൺസെപ്റ്റ് ഇവിടെ. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 6 കിലോഗ്രാം ഇത് വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദി മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ സോളിഡ് സ്ഫിയർ അബൌട്ട് an axis parallel to its diameter at a distance x from it is I of x. Which one of these graphs represents the variation of I of x versus x correctly? ഇതിനകത്ത് എത്ര ഗ്രാഫേ ഉള്ളൂ? ഓക്കെ, ഒരു ഫിഗർ ഇതിൻ്റെ ഇടയിൽ കയറി വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് ഏതാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ഗ്രാഫ് എന്നാണ് ചോദിച്ചത്. പ്രത്യേകിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്താൽ മതി. വി ഹാവ് ടു ജസ്റ്റ് അപ്ലൈ പാരലൽ ആക്സിസ് തിയറം.
സോ ഒരു സോളിഡ് സ്ഫിയർ ഉണ്ട്, അതിന്റെ ഡയമീറ്ററിന് പാരലൽ ആയിട്ടുള്ള ഒരു ആക്സിസ് വെച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഗിവൺ ബൈ ഐ ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം, ഐ ഇസ് ഈക്വൽ ടു ICM പ്ലസ് മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ അല്ലെ, ICM പ്ലസ് ദാറ്റ് ഈസ് 2/5 mr സ്ക്വയർ പ്ലസ് മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ. സോ ദിസ് ടേം ഈസ് എ കോൺസ്റ്റന്റ്. Okay, this term is a constant. So y is equal to some constant into x square എന്ന് പറയുമ്പോൾ ഗ്രാഫ് ഇങ്ങനെ വരും. some constant into x square എന്ന് പറയുമ്പോൾ ഗ്രാഫ് ഇങ്ങനെ വരും. അതിന്റെ കൂടെ ഒരു കോൺസ്റ്റന്റ് കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഗ്രാഫ് മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യും അല്ലേ, ദിസ് ഗ്രാഫ് വിൽ ഷിഫ്റ്റ് അപ്വേർഡ്സ്. y equal to x സ്ക്വയറിന്റെ ഗ്രാഫ് ആണ് വിത്ത് അപ്വേർഡ് ഷിഫ്റ്റ്, മുകളിലോട്ട് അത് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവും. സോ ഏതാണ് ഓപ്ഷൻ സി ആണ് വരും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. y equal to x സ്ക്വയറിന്റെ ഗ്രാഫ് ആണ്, പക്ഷെ ഒരു കോൺസ്റ്റന്റ് അതിന്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് എന്ന് മാത്രം. സോ ഓപ്ഷൻ 3 വിൽ ബി ദി ആൻസർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 17th ക്വസ്റ്റ്യൻ. Two particles A and B are moving on two concentric circles of radii r1 and r2 with equal angular speed omega. At time t equal to 0, their positions and direction of motion are as shown in figure. Okay. So equal angular velocity, angular speed ആണ് അവർക്കുള്ളത്. Their relative velocity is VA minus VB at t equal to pi by 2 omega. T equal to pi by 2 omega അവർ VA minus VB യുടെ ഇതാണ് ചോദിച്ചത്. What is VA minus VB? So pi by 2 omega VA എങ്ങോട്ടാണ് ഉണ്ടാവുക? pi by 2 omega ടൈം പീരീഡ് എന്താണ്? ടൈം പീരീഡ് is 2 pi by omega. സർക്കുലർ മോഷൻ, യൂണിഫോം സർക്കുലർ മോഷൻ ആണെങ്കിൽ ടൈം പീരീഡ് വിൽ ബി 2 pi by omega. സോ pi by 2 omega എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ടൈം പീരീഡ് ബൈ 4 ആണ്, t by 4 ആണ്. ടൈം പീരീഡിന്റെ 1/4 ആണ് pi by 2 omega അല്ലെ. t by 4 ചെയ്താൽ pi by 2 omega ആയിട്ട് മാറും. സോ ദി പാർട്ടിക്കിൾ എത്ര കംപ്ലീറ്റ് ചെയ്യും? പാർട്ടിക്കിൾസ് വിൽ കംപ്ലീറ്റ് 1/4 ഓഫ് ദി സർക്കുലർ മോഷൻ. സർക്കുലർ മോഷന്റെ 1/4 കംപ്ലീറ്റ് ചെയ്യും. സോ ഇയാൾ ഉണ്ടാവുക ഇങ്ങോട്ടാണ്. VA will be along this direction. Okay, അപ്പൊ VA യുടെ ഇക്വേഷൻ എന്താ വരിക? VA is equal to R1 omega അല്ലെ, V equal to R omega അല്ലെ സർക്കുലർ മോഷന്റെ കേസിൽ. R1 omega മൈനസ് I cap, നെഗറ്റീവ് x ഡയറക്ഷനിലാണ് അതിന്റെ വെലോസിറ്റി ഉള്ളത്. R1 omega മൈനസ് I cap. VB എവിടെ എത്തിയിട്ടുണ്ടാവും? ഇയാൾ ഇവിടെ എത്തിയിട്ടുണ്ടാവും. സോ ദാറ്റ് വിൽ ബി VB along this direction. So VB യുടെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? VB is R2 omega. അതിന്റെ ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടർ മൈനസ് I cap തന്നെ. സോ VA minus VB എന്ന് പറയുന്നത് ഇതിനകത്ത് എന്തായിരിക്കും? മൈനസ് R1 omega I cap മൈനസ് R2 omega I cap ഉണ്ട്. ആ മൈനസ് I cap പുറത്തെടുത്താണ്. So this will be R2 minus R1 omega I cap. R2 minus R1 omega I cap. Option 2 will be the answer. Relative velocity ആണ് ചോദിച്ചത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒരു സെൻസ് ഉണ്ടെങ്കിൽ തന്നെ ഇത് ചെയ്യാൻ ഇപ്പോൾ വലിയ ഫിസിക്സ് ഒന്നും അറിയേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 18th ക്വസ്റ്റ്യൻ ആണ്. A thin circular plate of mass m and radius r has its density varying as circular plate ആണ്. Density varying as rho of r is equal to rho 0 into r with rho 0 constant and r is the distance from its center. The moment of inertia of the circular plate about an axis perpendicular to the plate and passing through its edge. Okay, passing through its edge is I is equal to a mr square. The value of coefficient A is, what is the value of coefficient A? Okay, so നമുക്കൊരു thin circular plate ഉണ്ട്. We have a thin circular plate. സോ തിൻ സർക്കുലർ പ്ലേറ്റ് എന്ന് പറയുമ്പോൾ വളരെ സ്മോൾ തിക്നെസ്, അതുകൊണ്ടാണ് ഇവിടെ ഡെൻസിറ്റി തന്നിട്ടുള്ളത്. സ്മോൾ തിക്നെസ് ഉണ്ടെന്ന് വിചാരിച്ചു. ഇതിനെ മോളിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും അല്ലെ. മോളിൽ നിന്ന് നോക്കുമ്പോൾ
This will be the circular plate. This will be the circular plate. So then the density is density not a constant. Density a constant alla. Density varies. Density is varying with the distance. So അങ്ങനത്തെ questions എന്തായാലും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? We will have to integrate such questions. അല്ല, ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ഒരു r ഡിസ്റ്റൻസിൽ ഒരു സ്മോൾ എലമെന്റ് ചൂസ് ചെയ്യണം. Have to choose a small element at a distance of r. ആ സ്മോൾ എലമെന്റ് we can treat it as a ring. അതിനൊരു റിംഗ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. സോ ആ സ്മോൾ എലമെന്റിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ di എന്ന് പറയുന്നത്, സ്മോൾ എലമെന്റിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ di എന്ന് പറയുന്നത് എന്താണ്? r സ്ക്വയർ dm ആണ്. r സ്ക്വയർ ഇൻറ്റു dm ആണ്. di is r സ്ക്വയർ ഇൻറ്റു dm. Now what is dm? dm എന്ന് പറഞ്ഞാൽ ഈ സ്മോൾ എലമെന്റിന്റെ മാസ് ആണ്. That is the mass of this small element. Mass of this small element ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? Rho into volume of this small element ചെയ്താൽ മതി. Okay, volume of this small element. ഈ സ്മോൾ എലമെന്റ് മുകളിലത്തെ ഡയഗ്രത്തിൽ വരക്കുകയാണെങ്കിൽ that will be like this. അല്ലേ? പിന്നെ താഴേക്ക് ഉണ്ടാവും ഒരു സ്മോൾ തിക്നെസ്. ഇങ്ങനെ മൊത്തത്തിൽ താഴെ ഉണ്ടാവും ഈ സംഭവം. മനസ്സിലായോ? സോ ഇങ്ങനെ ഒരു സ്മോൾ തിക്നെസ് ഉള്ള ഒരു വെരി സ്മോൾ സിലിണ്ടർ പോലെയാണ് ഇത് ഉണ്ടാവുക. വെരി സ്മോൾ തിക്നെസ് ഉള്ള ഒരു ഹോളോ സിലിണ്ടർ പോലെയാണ് ഇത് ഉണ്ടാവുക. അതിന്റെ വോളിയം ഉള്ള റീജിയൻ എന്ന് പറയുന്നത് അതിന്റെ ഏരിയ ഇൻറ്റു ആ സെഗ്മെന്റിന്റെ ഏരിയ ഇൻറ്റു എന്ത് ചെയ്താൽ മതി? ആ സെഗ്മെന്റിന്റെ ഏരിയ ഇൻറ്റു അതിന്റെ തിക്നെസ് ചെയ്താൽ മതി. ഏരിയ ഇൻറ്റു തിക്നെസ്. സോ റോ ഇൻറ്റു വാട്ട് ഇസ് ദി ഏരിയ? ഏരിയ ഈ സ്മോൾ സെഗ്മെന്റിന്റെ തിക്നെസ് എന്താ? ഡി ആർ ആണ്. അല്ലെങ്കിൽ വിഡ്ത്ത് എന്താ? ഡി ആർ ആണ്. സോ അതിന്റെ ലെങ്ത് ടോട്ടൽ എത്ര വരും? 2πr ഉണ്ടാവും. അതിന്റെ വിഡ്ത്ത് ഡി ആർ ഉണ്ടാവും. So this will be ഇതിന്റെ തിക്നെസ് ഞാൻ ടി എന്ന് എടുക്കുന്നുണ്ട്. തിക്നെസ് is ടി. അതായത് പ്ലേറ്റിന്റെ തിക്നെസ് ടി ആണ്, ഇതിന്റെ സ്മോൾ എലമെന്റിന്റെ വിഡ്ത്ത് ഡി ആർ ആണ്. ഓക്കെ, സോ റോ ഇൻറ്റു 2πr dr ഇൻറ്റു ആ സ്മോൾ തിക്നെസ് ടി ഉണ്ട്. ഒരു തിൻ സർക്കുലർ പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ മൊമെന്റ് ഓഫ് ഇനർഷ്യ di is equal to this is density rho എന്ന് പറഞ്ഞാൽ rho r into 2πr dr into t ആണ്. rho r into 2πr dr into t ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ r സ്ക്വയർ rho r 2πr dr into t എന്ന് പറയുന്ന സംഭവം. rho 0 r. ഇതിനകത്ത് കുറെ കാര്യങ്ങൾ പുറത്തെടുത്താൽ ബാക്കി ഉണ്ടാവും എന്താണ്? 2π പുറത്തെടുക്കാം, rho r പുറത്തെടുക്കാം. മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് സെന്റർ ഓഫ് മാസ് ആണ് ഞാൻ കണ്ടുപിടിക്കുന്നത്. മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് സെന്റർ ഓഫ് മാസ് ആദ്യം കണ്ടുപിടിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യണം. കാരണം ഇവിടെ ചോദിച്ചിട്ടുള്ള ഏത് വെച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്? അബൌട്ട് an axis perpendicular to the plate and passing through its edge. സൈഡിലൂടെ പാസ് ചെയ്യുന്ന വെച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് ചോദിച്ചിട്ടുള്ളത്. ഞാനിപ്പോ ആദ്യം കണ്ടുപിടിക്കുന്നത് സെന്റർ ഓഫ് മാസ് വെച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്. സെന്റർ ഓഫ് മാസ് വെച്ചിട്ടാണ് സിമെട്രിക്കൽ ആയിട്ടുള്ളത്. സൈഡ് വെച്ചിട്ടുള്ളത് നേരിട്ട് ഡിറൈവ് ചെയ്യാന്ന് പറയുന്നത് പോസിബിൾ അല്ല. വി വിൽ ഹാവ് ടു അപ്ലൈ പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്താലേ കിട്ടുള്ളൂ. സോ 2π rho 0 പിന്നെ തിക്നെസ് ടി ഇതെല്ലാം ബാക്കിയുണ്ട്. ബാക്കി ഉണ്ടാവുക ഉള്ളില് r⁴ dr 0 to r. ഓക്കെ, so this will be 2π rho 0 t into 2π rho 0 t into 2π rho 0 t into എന്ത് വരും? r⁵/5 എന്നത് r⁵/5. So this is the moment of inertia about center of mass, but the question is given in terms of mass. Question തന്നിട്ടുള്ളത് മാസിന്റെ ടേംസിലാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യാനും എന്ത് വേണം? വി ഹാവ് ടു നോ ദി മാസ് അറിയാന്നുണ്ടെങ്കിൽ പാരലൽ ആക്സിസ് തിയറം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ ആദ്യം മാസ് കണ്ടുപിടിക്കാൻ വേണം. ഓക്കെ, വി ഹാവ് ടു ഫൈൻഡ് മാസ് ആൾസോ. മാസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രൽ dm ചെയ്താൽ മതി. ഇന്റഗ്രൽ dm ഫ്രം 0 to r ചെയ്താൽ മതി. വാട്ട് ഈസ് ഇന്റഗ്രൽ dm? That is rho r 2πr dr into t എന്ന് വരും. ഓക്കെ, അപ്പൊ ഇവിടെ ഉള്ളത് r സ്ക്വയർ ആണ്.
സോ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് എന്താ കിട്ടാം? ആർ ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ, ഇറ്റ് വിൽ ബി ആർ ക്യൂബ് ബൈ 3. ഇറ്റ് ഈസ് റോ 0 2 പൈ ടി ഇൻറ്റു ആർ ക്യൂബ് ബൈ 3 എന്ന് പറയും. ഓക്കെ, ഇൻറ്റു ആർ ക്യൂബ് ബൈ 3. സോ ഇതിനകത്ത് 2 പൈ ഉണ്ട്, റോ 0 ഉണ്ട്. 2 പൈ ഇൻറ്റു റോ 0. അപ്പൊ 2 പൈ ഇൻറ്റു റോ 0 എന്ന് പറയുന്നത് ബേസിക്കലി എന്താ? 2 പൈ ഇൻറ്റു റോ 0 ഉണ്ട്, പിന്നെ ടിയും ഉണ്ട്. സോ ദിസ് ഈസ് എം. സോ എന്ത് ചെയ്താൽ മതി? അതിനെന്ത് ചെയ്താൽ മതി? ആ ടേമിനെ 2 പൈ ഇൻറ്റു റോ 0 ഇൻറ്റു ടി എന്ന് പറയുന്ന സംഭവം ആക്ച്വലി 3m ബൈ ആർ ക്യൂബ് ആണ്. ഓക്കെ, 2 പൈ ഇൻറ്റു റോ 0 ഇൻറ്റു ടി എന്ന് പറയുന്ന സംഭവം 3m ബൈ ആർ ക്യൂബ്. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് അതിനെ റീപ്ലേസ് ചെയ്യും. 2 പൈ ഇൻറ്റു ആർ 0 ഇൻറ്റു ടി എന്ന് പറയുന്ന സംഭവം, റോ 0 ഇൻറ്റു ടി. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്ത് വരും? 3m ബൈ ആർ ക്യൂബ് ഇൻറ്റു ആർ റേസ് ടു 5 ബൈ 5. So this is 3mr square by 5. Okay, 3mr square by 5 എന്ന് വരും. ഏതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ? ഏതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ? about ഏത്? about center of mass. about center of mass. about center of mass കിട്ടിയിട്ടുള്ളൂ. നമ്മളോട് ചോദിച്ചത് സെന്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് വെച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണോ? അല്ല, എഡ്ജിലൂടെ പാസ് ചെയ്യുന്ന ഇങ്ങനത്തെ ആക്സിസ് വെച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ. അങ്ങനത്തെ ആക്സിസ് വെച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് ചോദിച്ചത്. ഓക്കെ, സോ ഐ അബൌട്ട് ആൻ എഡ്ജ് വിൽ ബി ICM പ്ലസ് മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ. എത്ര? mr സ്ക്വയർ. സോ ദിസ് ഈസ് 3 by 5 mr സ്ക്വയർ പ്ലസ് mr സ്ക്വയർ. ദാറ്റ് ഈസ് 8 by 5 mr സ്ക്വയർ. 8 by 5 mr സ്ക്വയർ. ഇതിനകത്ത് ആദ്യം ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ നമ്മൾ കണ്ടുപിടിച്ച ഏത് വെച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്? ആദ്യം സെന്റർ ഓഫ് മാസ് വെച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്. അതിന് ഡിസ്കിന്റെ കേസിൽ എങ്ങനെയാണ് സ്മോൾ എലമെന്റ് എടുക്കേണ്ടത്? ആർ ഡിസ്റ്റൻസിൽ സ്മോൾ dr തിക്നെസ് ഉള്ള ഒരു റിംഗ് ഷേപ്പ് നമ്മൾ കൺസിഡർ ചെയ്യണം. അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ, റിംഗിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആർ സ്ക്വയർ ഡി എം ആണ്. ആ ഇതിന്റെ മാസ് ഡി എം ആണെങ്കിൽ ആർ സ്ക്വയർ ഡി എം ആണ്. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് സെന്റർ ഓഫ് മാസ് കിട്ടും. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്തത് പാരലൽ ആക്സിസ് തിയറം ആണ്. Then we applied parallel axis theorem. So that is about it. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 18 ചെയ്തു. ക്വസ്റ്റ്യൻ നമ്പർ 19. ക്വസ്റ്റ്യൻ നമ്പർ 19 എന്താണ്? A solid sphere and solid cylinder of identical radii approaches an incline with the same linear velocity. Both rolls without slipping. The two climbs a maximum height H sphere and H cylinder on the inclined plane. Then the ratio of H sphere divided by H cylinder is. അപ്പൊ ഇത് ക്ലൈംബ് ചെയ്യുമ്പോൾ ഇത് എന്ത് ചെയ്യാണ്? ഇത് ക്ലൈംബ് ചെയ്യാണ് ഈ സംഭവം. ഇത് ക്ലൈംബ് ചെയ്യാണ്, റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ് ആണ്. ക്ലൈംബ് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന കൈനറ്റിക് എനർജി മൊത്തം ഇവിടെ എത്തുമ്പോൾ എന്തായിട്ട് മാറും? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറും. ദാറ്റ് വിൽ ബിക്കം പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, സോ ഇവിടെ സോളിഡ് സ്ഫിയറും ഉണ്ട്, ഹോളോ സ്ഫിയറും ഉണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ സോളിഡ് സിലിണ്ടർ ഉണ്ട്, ഹോളോ സിലിണ്ടർ ഉണ്ട്. സോ റോൾ ചെയ്യുമ്പോൾ നമുക്കറിയാം കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് mv സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് ആർ സ്ക്വയർ പ്ലസ് 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ആണ് അല്ലെ? 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ആണ് റോൾ ചെയ്യുമ്പോഴുള്ള കൈനറ്റിക് എനർജി. ദി കൈനറ്റിക് എനർജി വെൻ ഇറ്റ് റോൾസ് ഈസ് ദിസ്. നൗ വാട്ട് വിൽ ബി ദി ആൻസർ? സോ ഈ കൈനറ്റിക് എനർജി ആണ് എന്തായിട്ട് മാറുന്നത്? മുകളിലെത്തുമ്പോൾ ഫുള്ളി പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുന്നത്. സോ രണ്ട് കേസിലും വെലോസിറ്റി സെയിം ആണ്, ഹാഫ് mv സ്ക്വയർ. അപ്പോ h1 by h2 is equal to എന്ത് കിട്ടും? ഇതിനകത്തുനിന്ന് ബൈ m ക്യാൻസൽ ചെയ്ത് കളയാണെങ്കിൽ ബൈ 2g അല്ലെ? v സ്ക്വയർ into 1 plus k square by r square divided by m cancel ചെയ്ത് പോയി, ബാക്കി 2 cancel ചെയ്ത് പോകും, mg cancel ചെയ്ത് പോകും. v square divided by 1 plus k2 square by r2 square. 1 plus k2 square by r2 square. സോളിഡ് സിലിണ്ടറിന്റെ കേസിലും സോളിഡ് സ്ഫിയറിന്റെ കേസിലും സോളിഡ് സിലിണ്ടറിന്റെ കേസിലും നമുക്ക് അറിയാം കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ എത്രയാണെന്ന് അല്ലെ? വി സ്ക്വയറും ക്യാൻസൽ ചെയ്ത് കളയാം. സോ ദി റേഷ്യോ വിൽ ബി 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആണ് ഹൈറ്റ് എന്ന് പറയുന്നത്, ഹൈറ്റ് ഒബ്റ്റൈൻഡ് എന്ന് പറയുന്നത്. സോ ദാറ്റ് വിൽ ബി എന്ത് വരും അപ്പൊ ആൻസർ? 1 പ്ലസ്
സോളിഡ് സ്ഫിയറിന് 2/5 ആണ് k²/r². ആ മൊമെന്റ് ഓഫ് ഇനേർഷ്യ 2/5 mr² ആണെങ്കിൽ k²/r² എന്ന് പറയുന്നത് 2/5 ആയിരിക്കും. മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ കൂടെ വരുന്ന ആ കോൺസ്റ്റന്റ് ആണ് എപ്പോഴും k²/r² ആയിട്ട് മാറും. സോളിഡ് സ്ഫിയർ ആവുമ്പോൾ 1 + ½ 1 + ½. So what is this? 1 + 2/5 എന്ന് പറഞ്ഞാൽ 7/5 divided by 3/2. So 14/15. 14/15 വരും ആൻസർ. ഓപ്ഷൻ ബി will be the answer. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇതിപ്പോ റോളിംഗ് ആണെന്ന് പറഞ്ഞു. ക്വസ്റ്റ്യൻ റോളിംഗ് ആണെന്ന് പറഞ്ഞു. ഇവിടെ വരെ ഫ്രിക്ഷൻ ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഈ സംഗതി സ്മൂത്ത് ആണെങ്കിൽ, അതായത് ഈ കയറ്റത്തിൽ ഈ സംഗതി സ്മൂത്ത് ആണ്, ദിസ് തിങ് ഈസ് സ്മൂത്ത്, ആരാണ് കൂടുതൽ ഹൈറ്റ് അറ്റൈൻ ചെയ്യാം? അല്ലെങ്കിൽ അപ്പൊ അറ്റൈൻ ചെയ്യുന്ന ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? സപ്പോസ് ദിസ് തിങ് ഈസ് റോളിംഗ്, ഇത് റോൾ ചെയ്യുന്നുണ്ട്, ഇതുവരെ റോൾ ചെയ്യും. ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ ഗ്രീനിൽ അല്ലെങ്കിൽ ഇപ്പൊ റെഡിൽ മാർക്ക് ചെയ്യാൻ പോകുന്ന ഈ ഏരിയ കയറ്റം സ്മൂത്ത് ആണ്, സ്മൂത്ത് ആയിട്ടുള്ള കയറ്റമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ സ്മൂത്ത് ആയിട്ടുള്ള കയറ്റത്തിലാണോ അതോ റഫ് ആയിട്ടുള്ള ഇതിലുള്ള കയറ്റത്തിലാണോ കൂടുതൽ ഹൈറ്റ് അറ്റൈൻ ചെയ്യുക? ഒരു സാധനം നമ്മൾ ഇവിടെ ഉരുട്ടി വിട്ടു, അതിങ്ങനെ ഇവിടെ വരെ, ഞാൻ നേരത്തെ സിറ്റുവേഷനിൽ അത് സ്മൂത്ത് റഫ് ആയിരുന്നു, അപ്പൊ അതുകൊണ്ട് അത് റോൾ ചെയ്തിട്ട് കയറിപ്പോവും. ഈ കേസിൽ അത് കയറിപ്പോവും. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ സ്മൂത്ത് ആയിട്ടുള്ള കയറ്റത്തിലാണോ റഫ് ആയിട്ടുള്ള കയറ്റത്തിലാണോ ഇത് കൂടുതൽ ഹൈറ്റ് കയറിപ്പോവുക? ഈ റോളിംഗ് താഴെ നിന്ന് ഒരു വെലോസിറ്റി കൊടുത്ത് വിട്ടാൽ ഏതിലാണ് ഇത് കൂടുതൽ കയറിപ്പോവുക? അങ്ങനെയാണെങ്കിൽ ഏതിലാണ്, എങ്ങനെയൊക്കെയാണ് വരിക എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. ഏതിലാണ് കയറിപ്പോവാ? ലബീബ് പറഞ്ഞു, ഏതിലാണ് കൂടുതൽ കയറിപ്പോവാ? സ്മൂത്ത് ആയിട്ടുള്ളതിലാണോ റഫ് ആയിട്ടുള്ളതിലാണോ? വേറെ ആരും? നമുക്ക് തോന്നുന്നു സ്മൂത്ത് ആയിട്ടുള്ളതിലാണ് കയറിപ്പോവാന്ന്, പക്ഷെ റഫ് ആയിട്ടുള്ളതിലാണ് കൂടുതൽ ഹൈറ്റ് കയറിപ്പോവുക. അതായത് താഴെ നിന്ന് ഒരു വെലോസിറ്റി കൊടുത്ത് വിട്ട ഒരു സാധനം, ഉരുട്ടി വിട്ടൊരു സാധനം റഫ് ആയിട്ടുള്ള സംഭവത്തിലാണ് എന്ത് ചെയ്യുക, അത് കയറിപ്പോവുക. കാരണം സ്മൂത്ത് ആയിട്ടുള്ള സംഭവത്തിൽ എന്ത് കൈനറ്റിക് എനർജിക്ക് ലോസ് ഉണ്ടാവില്ല? ഇവിടെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജിക്ക് ലോസ് ഉണ്ടാവില്ല. റൊട്ടേഷണൽ കൈനറ്റിക് എനർജി അതേപോലെ തന്നെ നിൽക്കും. അതായത് ഇതിനകത്ത് സ്മൂത്ത് ആണെന്നുണ്ടെങ്കിൽ ദർ വോണ്ട് ബി എനി ഫ്രിക്ഷൻ. ഇവിടെ എന്തുണ്ടാവില്ല? ഫ്രിക്ഷൻ ഉണ്ടാവില്ല. ദർ വിൽ നോട്ട് ബി എനി ഫ്രിക്ഷൻ ഇൻ ദി കേസ് ഓഫ് സ്മൂത്ത് സർഫസിൽ റോളിംഗ് ഉണ്ടാവില്ല. അത് സ്ലൈഡ് ചെയ്യാനാണ്, സ്ലൈഡ് ചെയ്യല്ല, സ്മൂത്ത് സർഫസിൽ റോളിംഗ് ഉണ്ടാവില്ല എന്നല്ല. സ്മൂത്ത് സർഫസിൽ ഇനീഷ്യലി റോളിംഗ് ഉണ്ടെങ്കിൽ അവിടെ റോളിംഗ് ഉണ്ടാവാം. ഓക്കെ, റോളിംഗ് ഉണ്ടാവാം. ഇവിടെ ഇത് റോൾ ചെയ്ത് പോകുമ്പോൾ ഇതിനെന്തുണ്ട്? ആംഗുലാർ വെലോസിറ്റി ഉണ്ട്, സാധാ വെലോസിറ്റി ഉണ്ട്. മനസ്സിലായി? ആംഗുലാർ വെലോസിറ്റി ഉണ്ട്, സാധാ വെലോസിറ്റി ഉണ്ട്. ഈ കയറ്റം കയറുമ്പോൾ എന്ത് ചെയ്യും? സാധാ വെലോസിറ്റി കുറയും. റോളിംഗ് ആണെന്നുണ്ടെങ്കിൽ, ഫ്രിക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആംഗുലാർ വെലോസിറ്റിയും എന്ത് ചെയ്യും? ആംഗുലാർ വെലോസിറ്റിയും ചേഞ്ച് ചെയ്യും, കുറയും. സാധാ വെലോസിറ്റിയും കുറയും, ആംഗുലാർ വെലോസിറ്റിയും കുറയും. കാരണം റോളിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ v = r ഒമേഗയാണ്. പ്യൂർ റോളിംഗ് ആണെന്നുണ്ടെങ്കിൽ v = r ഒമേഗയാണ്. ഈ ഒമേഗ എങ്ങനെയാണ് കുറയുന്നത്? അതിനാവശ്യമായിട്ടുള്ള ടോർക്ക് ആരാണ് കൊടുക്കുന്നത്? ഫ്രിക്ഷൻ ആണ് അതിനാവശ്യമായിട്ടുള്ള ടോർക്ക് കൊടുക്കുന്നത്. ഫ്രിക്ഷൻ പ്രൊവൈഡ്സ് ദി നെസസറി ടോർക്ക്. ബട്ട് സ്മൂത്ത് ആവുമ്പോൾ ഫ്രിക്ഷൻ എന്ത് ചെയ്യുന്നില്ല? ടോർക്ക് കൊടുക്കുന്നില്ല. Friction does not provide any torque if the surface is smooth. So there is no change in omega. Omega അതേപോലെ തന്നെ നിൽക്കും. v എന്ത് ചെയ്യും? കുറഞ്ഞു വരും. So omega അതേപോലെ തന്നെ നിൽക്കുമ്പോൾ എന്ത് ചെയ്യും? റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയിൽ കുറവുണ്ടാവില്ല. റൊട്ടേഷണൽ കൈനറ്റിക് എനർജി അതേപോലെ തന്നെ ഉണ്ടാവും. ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? കയറി പോകാൻ വേണ്ടി യൂസ് ചെയ്യുന്നുള്ളൂ. ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി, only translational kinetic energy is used for climbing the hill.
നോ റൊട്ടേഷൻ കോൺട്രിബ്യൂട്ട്സ്. റൊട്ടേഷൻ എന്ത് ചെയ്യുന്നില്ല, അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. പക്ഷെ റോളിംഗ് ആണെന്നുണ്ടെങ്കിൽ, ഫ്രിക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, both translational as well as rotational is converted into potential energy. So more height can be attained. More height ലോട്ട് എത്താൻ പറ്റും. ഫ്രിക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ റോളിംഗ് നടക്കില്ല. റൊട്ടേഷണൽ കൈനറ്റിക് എനർജി അതേപോലെ തന്നെ ഉണ്ടാവും. ദാറ്റ് വിൽ നോട്ട് ഡിക്രീസ്. ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി മാത്രമേ എന്തിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുള്ളൂ? ഹൈറ്റ് കയറിപ്പോകാൻ വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുള്ളൂ. സോ അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ഹാഫ് mv² ഈക്വൽ ടു mgh എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. 1 + k²/r² എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ k²/r² അവിടെ നിന്ന് വന്ന റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എന്ന് വന്ന സംഭവമാണ്. ഹാഫ് i ω², i is equal to mk², omega is equal to v/r എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കിട്ടിയ സംഭവമാണ് ആ സംഭവം. ഓക്കെ, സോ that doesn't contribute to the climbing അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിയിലോട്ട് ചേഞ്ച് ചെയ്യുന്നില്ല. സോ ഇത് സ്മൂത്ത് സർഫസ് ആയിരുന്നെങ്കിൽ രണ്ടുപേരും ഒരേ ഹൈറ്റിലോട്ടാണ്. That height will be less than the height in the previous case. Okay, so that's about it. That is question number 19. ഇനി അടുത്ത question number 20 ആണ്. 20. A rectangular solid box of length 0.3 meter is held horizontally. Rectangular solid box of length 0.3 meter is held horizontally. With one of its edge on a platform of height 5 meter. When released, it slips off the table in a very short time of 0.01 seconds, remaining essentially horizontal. The angle by which it would rotate when it hits the ground will be. What will be the angle by which okay. റെക്ടാങ്കുലർ സോളിഡ് ബോക്സ് അത് ഒരു എഡ്ജ് എന്ത് ചെയ്യാണ്, ഇവിടെ നിൽക്കാണ്. 0.01 സെക്കൻഡില് അത് എന്ത് ചെയ്യുന്നുണ്ട്, 0.01 സെക്കൻഡിലാണ് ഇവിടെ നിൽക്കുന്നത്. അത്രയും വെരി സ്മോൾ ടൈമിൽ എന്ത് ചെയ്യുന്നുള്ളൂ, അത് അവിടെ നിൽക്കുന്നുള്ളൂ. ഓക്കെ, വെരി സ്മോൾ ടൈമിലാണ് അത് അവിടെ നിൽക്കുന്നത്. അത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, സ്ലിപ്പ് ചെയ്യുന്നതാണ് പറഞ്ഞത്. അത് കഴിഞ്ഞാൽ അത് ഇതുമായിട്ട് കോണ്ടാക്ട് വിട്ടു. ദാറ്റ് വിൽ ലീവ്. കുറച്ച് കൺസെപ്ച്വലി ജസ്റ്റ് സ്ട്രൈക്ക് ചെയ്താൽ പെട്ടെന്ന് ആൻസർ കിട്ടും. പക്ഷെ സ്ട്രൈക്ക് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഇതായിരിക്കും, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, സോ നമുക്ക് നോക്കാം. സോ 0.01 സെക്കൻഡ് ആണ് ഈ കേസിൽ ഇത് പറഞ്ഞത്. ഓക്കെ, സോ ഹൈറ്റ് 5 മീറ്റർ ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോ ഈ കേസിൽ ജസ്റ്റ് സ്ട്രൈക്ക് ചെയ്താൽ പിന്നെ പെട്ടെന്ന് കിട്ടാവുന്ന സംഭവമുള്ളൂ. ഇത് ഒരു സർഫസ് ആണ്, അതിന്റെ ഒരു എഡ്ജിലാണ് ഈ സംഭവം വെച്ചിട്ടുള്ളത്, ഈ റെക്ടാങ്കുലർ ബോക്സ് വെച്ചിട്ടുള്ളത്. ഇതൊരു റെക്ടാങ്കുലർ ബോക്സ് ആണ്. ഇത് കോണ്ടാക്റ്റിലുള്ളത്, നമ്മൾ ഇവിടുന്ന് ഇതിനെ ജസ്റ്റ് റിലീസ് ചെയ്യുമ്പോൾ ഇവിടെ കോണ്ടാക്റ്റിലുള്ളത്, ഈ പോയിന്റിൽ കോണ്ടാക്റ്റിലുള്ളത് τ is equal to 0.01 സെക്കൻഡ് എന്ന് പറയുന്ന വെരി സ്മോൾ ടൈമിൽ മാത്രമാണ്. വെരി സ്മോൾ ടൈമിൽ മാത്രമാണ് ഇതെന്ത് ചെയ്യുന്നത്, കോണ്ടാക്റ്റിൽ ഉള്ളത്. ഓക്കെ, സോ ആ സമയത്ത് എന്തുണ്ട്, ഇത് വെച്ച് mg കാരണം എന്തുണ്ട്, there is a torque due to mg കാരണം എന്തുണ്ട്, ഒരു ടോർക്ക് ഉണ്ട്. there is a torque due to mg കാരണം എന്ത് ചെയ്യുന്നുണ്ട്, there is a torque, അവിടെ ഒരു ടോർക്ക് വരുന്നുണ്ട്. സോ ആ ടോർക്ക് കാരണം എന്തുണ്ടാവും, ഒരു ആൽഫ ഉണ്ടാവും. there will be alpha due to the torque. ടോർക്ക് കാരണം ഒരു ആൽഫ ഉണ്ടാവും. ആ ആൽഫ കാരണം ഒരു ആംഗുലാർ വെലോസിറ്റി കിട്ടും. it will get an angular velocity that can be alpha dt, where alpha dt is very small. അപ്പൊ ആ സമയത്ത് അധികം ആംഗിൾ ഒന്നും ടേൺ ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ല. നമുക്ക് എന്ത് ചെയ്യാം, ആൽഫ ഡി ടി എന്ന് എഴുതാം. ഒമേഗ ഇസ് ഈക്വൽ ടു ആൽഫ ഡി ടി. ഓക്കെ, അത് കഴിഞ്ഞാൽ എന്ത് ചെയ്തു, അയാളുമായിട്ട് കോണ്ടാക്ട് വിട്ടു. അത് കഴിഞ്ഞാൽ അയാളുമായിട്ട് കോണ്ടാക്ട് വിട്ടു. ഇയാൾ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വീഴുകയാണ് ചെയ്യുന്നത്. സോ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വീഴുമ്പോ പിന്നെ ഇനി ടോർക്ക് ഉണ്ടോ, അയാളുമായിട്ട് കോണ്ടാക്ട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിന് ആകെയുള്ള ഫോഴ്സ് എന്താ, mg, സെന്റർ ഓഫ് മാസ് വെച്ചുള്ള ആ ഫോഴ്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇതിൽ ആക്ട് ചെയ്യുന്ന പിന്നെ ഇവിടെ ഫിക്സ്ഡ് പോയിന്റും അല്ല. സോ ദർ ഇസ് നോ ടോർക്ക് അബൌട്ട് ദി സെന്റർ ഓഫ് മാസ് ആഫ്റ്റർ ദാറ്റ്. അവിടുന്ന് ലീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തില്ല,
എന്തില്ല, there is no torque. ഇവിടെ ഫിക്സ് ചെയ്തിട്ട് വിടുമ്പോ എന്തുണ്ട്, ഇവിടെ ഫിക്സ് ചെയ്തിട്ട് റിലീസ് ചെയ്യുമ്പോൾ that will be rotating about this end. ഈ എൻഡ് വെച്ചത് റൊട്ടേറ്റ് ചെയ്യായിരിക്കും. Okay, that will rotate about this end with an angular acceleration alpha. പറഞ്ഞ മനസ്സിലായോ? പക്ഷെ അവിടുന്ന് ലീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ there is no torque. കാരണം mg സെന്റർ ഓഫ് മാസിലൂടെയാണ്. പിന്നെ ഒരു കോണ്ടാക്റ്റും ഇല്ലെങ്കിൽ പിന്നെ അത് റൊട്ടേറ്റ് ചെയ്യേണ്ടത് അതിന്റെ സെന്റർ ഓഫ് മാസ് വെച്ചിട്ടാണ്. has to rotate about its center of mass. Center of mass വെച്ചിട്ടാണ് അത് റൊട്ടേറ്റ് ചെയ്യേണ്ടത്. സോ ആ സമയം കഴിഞ്ഞാൽ ഇതിന് എന്ത് കിട്ടും, ഒമേഗ എന്ന് പറയുന്ന ഒരു ആംഗുലർ വെലോസിറ്റി കിട്ടും. then there is no change in angular velocity. Why? There is no torque after leaving the surface. സർഫസ് ആയിട്ട് കോണ്ടാക്ട് വിട്ട് കഴിഞ്ഞാൽ there is no torque after leaving. ഓക്കെ, അത് ടോർക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്തുണ്ടാവില്ല, ചേഞ്ച് ഇൻ ആംഗുലാർ വെലോസിറ്റി. ആംഗുലാർ വെലോസിറ്റി കോൺസ്റ്റന്റ് ആഫ്റ്റർ ദാറ്റ്. ആഫ്റ്റർ ലീവിംഗ് ദി കോണ്ടാക്ട് ആംഗുലാർ വെലോസിറ്റി വിൽ ബി കോൺസ്റ്റന്റ്. ആംഗുലാർ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഇത് എത്ര ആംഗിൾ ടേൺ ചെയ്തു, അതിനുശേഷം എത്ര ആംഗിൾ ടേൺ ചെയ്തു എന്ന് ചോദിച്ചാല് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ആംഗുലാർ വെലോസിറ്റി ഇൻറ്റു ടൈം ചെയ്താൽ മതി. സോ ആംഗിൾ ടേൺ വിൽ ബി ആംഗുലാർ വെലോസിറ്റി ഇൻറ്റു ടൈം. സോ ക്വസ്റ്റ്യൻ ഒന്നും കൂടി വായിച്ചു നോക്കുക. ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഒരു റെക്ടാങ്കുലർ ബോക്സ് ഉണ്ട്, അതിന്റെ എൻഡ് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ദാറ്റ് ഈസ് സ്റ്റേയിങ് ലൈക്ക് ദിസ്. സോളിഡ് ബോക്സ് ആണ്. സോ ദാറ്റ് ഈസ് സ്റ്റേയിങ് ലൈക്ക് ദിസ്. ഒരു എഡ്ജ് അതിലിങ്ങനെ സൈഡിൽ നിൽക്കുകയാണ്. പ്ലാറ്റ്ഫോമിന്റെ ഹൈറ്റ് 5 മീറ്റർ ആണ്. വെൻ rectangular block, okay, now when length 0.5 meter, okay. So when ഇത് വരുമ്പോ എന്ത് വരുന്നതാണ് ക്വസ്റ്റ്യൻ. ഇത് ഇങ്ങനെ ഹൊറിസോണ്ടലി നിൽക്കും. ആ നിൽക്കുന്ന കോണ്ടാക്ട് എത്രയാണ്, 0.01 സെക്കൻഡേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അത് കോണ്ടാക്ട് വിടും. കോണ്ടാക്ട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ടോർക്ക് ഇല്ല. സോ ആ ഇത് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അത് കണ്ടുപിടിച്ചാൽ മതി. സോ നമ്മളപ്പോ ടോർക്ക് കണ്ടുപിടിക്കാം. സോ ടോർക്ക് ആകെ എത്ര സമയത്തിന് വേണ്ടി മാത്രമേ ഉള്ളൂ, 0.01 സെക്കൻഡിൽ മാത്രമേ ടോർക്ക് ഉള്ളൂ. സോ ടോർക്ക് ഞാൻ ടി എന്ന് എടുക്കുന്നുണ്ട്. ടോർക്ക് ടി ഈസ് ഗിവൺ ബൈ എത്രയാണ് വരിക, mg into L/2. ഓക്കെ, പിന്നെ റെക്ടാങ്കുലർ ബോക്സ് ആണെന്നാണ് പറഞ്ഞത്. റെക്ടാങ്കുലർ ബോക്സിന്റെ ഞാൻ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഈ എഡ്ജ് വെച്ചിട്ടാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. റൊട്ടേറ്റിംഗ് അബൌട്ട് ദിസ് എഡ്ജ്. ഇത് ലെങ്ത് ആണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദി മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ദിസ് ആക്സിസ്? ഇറ്റ് ഈസ് ml² ആണ്. ml²/12. ഇത് ബ്രെഡ്ത്ത് ആണെങ്കിൽ വാട്ട് ഈസ് ദി മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ദിസ്? ദിസ് ഈസ് mb²/12 ആണ്. ഓക്കെ, പിന്നെ അബൌട്ട് സെന്റർ ഓഫ് മാസിലൂടെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ് വെച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താണ്? പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യണം. ml²/12 പ്ലസ് mb²/12. ml²/12 പ്ലസ് mb²/12. നമ്മളോട് ചോദിച്ചാൽ അതൊന്നുമല്ല, ഈ സൈഡിൽ വെച്ചുള്ള ആക്സിസ് വെച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താണ്? വാട്ട് ഈസ് ദി മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ദിസ് ആക്സിസ്? സോ റെക്ടാങ്കുലർ ലാമിനയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഒക്കെ നമ്മൾ അറിയണം. സോ ദാറ്റ് വിൽ ബി L/2 അല്ലെ, ഈ ഡിസ്റ്റൻസ് L/2 ആണ്. സോ ml²/12 പ്ലസ് m ഇൻറ്റു L/2 ദി ഹോൾ സ്ക്വയർ, ml²/3 എന്ന് വരും. ഏതുപോലെ തന്നെ റോഡിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ പോലെ തന്നെ. റോഡ് ഇതിങ്ങനെ ആലോചിച്ചാൽ മതി. ഈ ഇങ്ങനെയുള്ള ആക്സിസ് വെച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എടുക്കുമ്പോൾ ഇത് എന്ന് പറഞ്ഞാല് ഇങ്ങനെയുള്ള ഒരുപാട് റോഡ്സ് ഇങ്ങനെ അട്ടിക്കട്ടിക്ക് വെച്ചതല്ലേ ഇത്, ഇങ്ങനെയുള്ള ഒരുപാട് റോഡ്സ്. അപ്പൊ അത് വെച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ തന്നെയാണ് ഇതിനും ഉണ്ടാവുക. ml²/12 തന്നെയാണ് ഇതിനും ഉണ്ടാവുക. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ആക്സിസ് വെച്ചെടുക്കുമ്പോൾ, ഇങ്ങനെ ബി ഇതെടുക്കുമ്പോൾ ഇങ്ങനെയുള്ള ബി ലെങ്ത് ആയിട്ടുള്ള ഒരുപാട് റോഡ്സ് ഇങ്ങനെ അട്ടിക്കട്ടിക്ക് വെച്ചാൽ ഇങ്ങനെയുള്ള പ്ലേറ്റ് കിട്ടാം. അപ്പൊ അതിൻ്റെത് mb²/12 തന്നെയാണ്. പിന്നെ മൂന്നാമത്തെ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ഇത് വരും. അപ്പൊ ഈ സൈഡ് വെച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ I എന്ന് പറയുന്നത് I is given by ml²/3 ആണ്. ml²/3. So tell me what will be alpha? Remaining almost horizontal എന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. So alpha is equal to torque by moment of inertia. That is mg L/2 divided by ml²/3. So m cancel ചെയ്ത് കളയാം. This will be 3g/2l. 3g/2l. So this is 30 divided by 2 into 0.3. This is 10/2. So 100/2, that is 50.
15 അല്ലേ? 50 റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആൽഫ വരും. 50 റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒമേഗ ആ സമയം കൊണ്ട് കിട്ടുന്ന ഒമേഗ എത്രയായിരിക്കും? ഒമേഗ വിൽ ബി ടോ ഇൻറ്റു ആ സമയത്ത് സോറി ആൽഫ ഇൻറ്റു ആ സമയത്ത് വെരി സ്മോൾ ടൈമേ അവിടെ കിട്ടിയിട്ടുള്ളൂ. സോ ആൾമോസ്റ്റ് സെയിം ആയിട്ട് എടുക്കും. ആംഗുലർ ഇമ്പൾസ് സംഭവം തന്നെയാണല്ലോ. ടോർക്ക് ഫോർ എ സ്മോൾ ടൈം ആക്ട് ചെയ്യുന്നതല്ലേ ഇമ്പൾസ്. സോ ഒരാളുടെ ഔട്ട് വേസ് ആണ്. സോ ആദ്യം ഇങ്ങനെ ചെയ്യാം. സോ ഒമേഗ ഇസ് ഈക്വൽ ടു ആൽഫ ഡി ടി. സോ ദാറ്റ് ഈസ് ആൽഫ എന്ന് പറഞ്ഞാൽ എത്ര? 50 ഇൻറ്റു ടൈം എത്രയാ? 0.01. സോ 50 ഇൻറ്റു 0.01 0.5 റേഡിയൻ പെർ സെക്കൻഡ്. സോ അവിടെ എത്ര ആംഗുലാർ വെലോസിറ്റി കിട്ടി? 0.5 റേഡിയൻ. ഇത് ലീവ് ചെയ്യുന്നതിന് മുമ്പ് ഇയാൾക്ക് 0.5 റേഡിയൻ പെർ സെക്കൻഡ് എന്ന് പറയുന്ന ആംഗുലാർ വെലോസിറ്റി കിട്ടി. പിന്നെ അയാൾ എന്ത് ചെയ്യാണ്? ആ കോൺസ്റ്റന്റ് ആംഗുലാർ വെലോസിറ്റിയിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. He is rotating about that particular constant angular velocity because after that there is no torque. ലീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തില്ല? ടോർക്ക് ഇല്ല. സോ വി ഗോട്ട് ദി ഒമേഗ കിട്ടി. ഇനി താഴെ എത്തുമ്പോഴേക്കും അയാൾ എത്ര ടേൺ ചെയ്തു എന്നാണ് നമ്മളോട് ചോദിച്ചത്. ഹൗ മച്ച് ഇറ്റ് ഹാസ് ടേൺഡ് ബിഫോർ ഇറ്റ് റീച്ചിങ് ദി ബോട്ടം. താഴെ എത്തുമ്പോഴേക്കും ഇയാൾ ഏകദേശം എത്ര ടേൺ ചെയ്തിട്ടുണ്ടാവും? സോ ഇതിന്റെ ലെങ്ത് 0.3 മീറ്റർ ആണ് ലെങ്ത് ആക്ച്വലി. ഈ ഹൈറ്റ് 5 മീറ്റർ ഉണ്ട്. സോ 0.3 കമ്പയർഡ് ടു ഹൈറ്റ് കുറവാണ്. അപ്പൊ താഴെത്തുമ്പോഴുള്ള വെലോസിറ്റി പിന്നെ ഉള്ളത് ഫ്രീ ഫോൾ ആണ്. ആംഗുലാർ വെലോസിറ്റി വളരെ ചെറിയൊരു ആംഗുലാർ വെലോസിറ്റി ഉണ്ട്. സോ താഴെത്താൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് √2h/g എന്ന് വരും. √2 × 5/10. സോ ദിസ് ഈസ് 1 സെക്കൻഡ്. താഴെത്താൻ എടുക്കുന്ന ടൈം 1 സെക്കൻഡ് ആണ്. അത് കഴിഞ്ഞാൽ it takes 1 second after leaving the contact. So angle turn എന്ത് വരും? theta is equal to ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒമേഗ ഇൻറ്റു ആ ടൈം ചെയ്താണ്. അത് ലീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കോൺസ്റ്റന്റ് ആംഗുലാർ വെലോസിറ്റിയിൽ താഴെത്തുന്ന വരെ റൊട്ടേറ്റ് ചെയ്യും. So that is given by എത്ര? √2h/g ഫ്രീ ഫോളിന്റെ സംഭവം. That is given by 0.5 into 1. That will be 0.5 radians. 0.5 റേഡിയൻസ് ആണ് അത് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ. സോ കുറച്ച് കൺസെപ്റ്റ് ആവശ്യമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്താലേ ഇങ്ങനത്തെ ഓടുള്ളൂ പെട്ടെന്ന്. അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ. എന്നാലും അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 21. A stationary horizontal disk is free to rotate about its axis with a torque. When a torque is applied on it, its kinetic energy as a function of theta, where theta is the angle a horizontal disk is free to rotate about its own axis. When a torque applied on it, its kinetic energy as a function of theta, where theta is the angle by which it is rotated, is given as k theta square. If its moment of inertia is I, then the angular acceleration of the disk is. What is the angular acceleration of the disk? So ഡിസ്കിന്റെ കൈനറ്റിക് എനർജി വന്നിട്ടുണ്ട്. ഒരു ടോർക്ക് കൊടുത്തപ്പോൾ അതിന്റെ കൈനറ്റിക് എനർജി തന്നിട്ടുണ്ട്. ഇറ്റ്സ് കൈനറ്റിക് എനർജി is k theta square ആണെന്നാണ്. Kinetic energy is proportional to the square of theta. So kinetic energy നമുക്ക് അറിയാം half I omega square ആണ്. That is k theta square. So I is equal to I അല്ല omega. നമ്മളോട് ചോദിച്ചത് ആംഗുലാർ ആക്സിലറേഷൻ ആൽഫ ആണ് ചോദിച്ചത്. ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ? d omega by dt. d omega by dt. So from this omega is equal to square root of 2k by I into theta. 2k by I into theta. So alpha is equal to alpha ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം.
നമുക്ക് മറ്റേതിനകത്ത് എന്താ പറയാ, ആക്സിലറേഷൻ ഇസ് ഈക്വൾ ടു വി ഇൻറ്റു ഡി വി ബൈ ഡി എസ് ചെയ്യുന്ന പോലെ ആൽഫ ഇസ് ഈക്വൾ ടു ഒമേഗ ഇൻറ്റു ഡി തീറ്റ ബൈ ഒമേഗ ഇൻറ്റു ഡി ഒമേഗ ബൈ ഡി തീറ്റ ചെയ്യാം. അതായത് അവിടുത്തെ വെലോസിറ്റിക്ക് പകരം ആംഗുലർ വെലോസിറ്റി, ആക്സിലറേഷന് പകരം ആംഗുലർ ആക്സിലറേഷൻ, വെലോസിറ്റിക്ക് പകരം ആംഗുലർ വെലോസിറ്റി, അതേപോലെ ഡിസ്പ്ലേസ്മെന്റിന് പകരം തീറ്റ, അങ്ങനെയും ചെയ്യാം. അതല്ലെങ്കിൽ നേരിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താലും മതി. ഡി ഒമേഗ ബൈ ഡി ടി. സോ ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 2k by I into d theta by dt. So what is d theta by dt? That is omega again. So omega ക്ക് എന്ത് ചെയ്യുക, ഈ വാല്യൂ ഒന്നും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So that is root of 2k by I into root of 2k by I into theta. So this is 2k by I theta. Okay, 2k by I theta. So option 4 will be the answer. Option 4 ആണ് answer. Sub to question number 21 ചെയ്തു. 22 കൂടി നോക്കാം. 22. The following bodies are made to roll up without slipping the same inclined plane from a horizontal plane. A ring of radius r, a solid cylinder of radius r by 2, and a solid sphere of radius r by 4. In which of the cases the speed of the center of mass at the bottom of the incline is same? In each of the cases, speed of center of mass at the bottom of inclined plane is same. Okay, താഴെത്തുമ്പോഴുള്ള v same ആണ്. What is the ratio of maximum heights they climb? So rolling without slipping ആണ്. Rolling without slipping ആണ്. What is the ratio of maximum heights they climb എന്നാണ് question. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിൽ നമുക്ക് ആ റേഷ്യോ കിട്ടിയിരുന്നു. റേഷ്യോ ഈസ് k square by r square. എവിടെയോ ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ. ഇവിടെ ചെയ്തതാണ്. k square 1 plus k square by r square ആണ് ആ റേഷ്യോ വരെ. 1 plus k square by r square. k square by r square റേഷ്യോനെ മാത്രമേ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. സോ ഇവിടെ എന്ത് വരും റേഷ്യോ? ഫസ്റ്റ് ഏതാണ്? റിംഗ് ആണ്. സോ റേഷ്യോ എന്ന് പറയുന്നത് 1 plus k1 square by r1 square is to 1 plus k2 square by r2 square is to 1 plus k3 square by r3 square. അങ്ങനെ വരും. സോ ഫസ്റ്റ് കേസിൽ റിംഗ് ആണ്. റിംഗിന്റെ കേസിൽ 1 plus 1 is to 1 plus k എന്ന് പറയുന്നതും r തന്നെയാണ്. k square by r square എന്ന് പറയുന്നത് 1 ആണ് വരെ. റിംഗിന്റെ മൗണ്ട് ഓഫ് ഇനർഷ്യ mr square ആണ്. സോളിഡ് സിലിണ്ടർ ആണ്. സോ ദാറ്റ് വിൽ ബി 1 plus 1 by 2 is to സോളിഡ് സ്ഫിയർ ആകുമ്പോൾ 1 plus 2 by 5. So 2 is to 3 by 2 is to 7 by 5. So 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10 is to, so sorry, ഏത് ആൻസർ വരെ? 2 is to 3 by 2 is to 7 by 5 എന്ന് പറയുമ്പോൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ 20 is to 15 is to 14 വരും. അങ്ങനല്ലേ വരാം? ഇതല്ലേ റേഷ്യോ വരണ്ടേ? നേരെ തിരിച്ചാ? റിംഗ് അല്ലേ ഫസ്റ്റ് വന്നേ? ഈ റേഷ്യോ തിരിയണം അല്ലെ? ഓപ്ഷൻ 1ന്റെ റേഷ്യോ തിരിച്ചല്ലേ വരണ്ടേ? ഓപ്ഷൻ റോങ് ആണ് അല്ലേ? സോ കൊടുത്ത ഓപ്ഷൻ തെറ്റാണ്. ഇത് റേഷ്യോ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് റിംഗ് ആണ്. റിംഗ് ആണ് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. സോ അങ്ങനെയാണ് വരേണ്ടത്. 20 is to 15 is to 14 ആണ്. അവർ കൊടുത്തുള്ളത് 14 is to 15 is to 20 എന്നാണ്. സോ ഇറ്റ് ഷുഡ് ബി ദി അതർ വേ അറൗണ്ട്. ഓക്കെ, തിരിച്ചാണ് വരേണ്ടത്. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തു. 23 കൂടി ഉണ്ട്. ഇതാണ്. A rectangular coil with 100 turns carrying a current in the clockwise direction is kept at the origin magnetic field.
The coil is tilted through the torque. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഞാൻ തൽക്കാലം ചെയ്യുന്നില്ല. എന്താണ് ടോ is equal to എന്താണ് m cross b അല്ലെ, m cross b ആണ്. m is NIA ആണ്, b sin theta. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഞാൻ ചെയ്യുന്നില്ല. നമ്മുടെ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ചെയ്താൽ മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 24. ഇതുവരെ ചെയ്യാന്നാണ് ഞാൻ പറഞ്ഞത്. A thin smooth rod of length L and mass m is rotating freely with angular speed omega 0. Rotating freely with angular speed omega 0 about an axis perpendicular to the rod. Okay, about an axis perpendicular to the rod and passing through its center. Now, two beads of mass m and negligible size are at the center of the rod initially. The beads are free to slide along the rod. The angular speed of the system when the beads reach the opposite ends of the rod will be opposite ends of the rod. So simple ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആദ്യം ഒരു റോഡ് ഉണ്ടായിരുന്നു. ആ റോഡിന്റെ ഇവിടെ രണ്ട് ബീഡ്സ് ഉണ്ടായിരുന്നു. സെൻട്രൽ തന്നെയായിരുന്നു രണ്ട് ബീഡ്സ് ഉണ്ടായിരുന്നു. Okay, we had two beads at the central itself. So their moment of inertia was 0. അത് കാരണമുള്ള moment of inertia 0 ആയിരുന്നു. ഇതിന്റെ സെന്റർ വെച്ചുള്ളത് മാത്രമേ ഉള്ളൂ. സോ ഇനീഷ്യലി ഉണ്ടായിരുന്ന ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് I omega, that is ml square by 12 omega 0. ഇതാണ് ഇനീഷ്യലി ഉണ്ടായിരുന്ന ആംഗുലാർ മൊമെന്റം. കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഒരു ബീഡ് ഈ അറ്റത്തോട്ടും മറ്റേ ബീഡ് എന്ത് ചെയ്യും ഈ അറ്റത്തോട്ടും മൂവ് ചെയ്തു. അങ്ങനെ ഈ ബീഡ്സ് എൻഡിലെത്തി. ഈ ബീഡ്സ് എന്ന് പറഞ്ഞാൽ പോയിന്റ് ഒബ്ജക്ട്സ് ആണ്. അവർ രണ്ടുപേരും ഉള്ളത് L/2 ഡിസ്റ്റൻസിലാണ് ഫ്രം ദി സെന്റർ ഓഫ് മാസ്. സോ മൊമെന്റ് ഓഫ് ഇനർഷ്യ ചേഞ്ച് ചെയ്യും. മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞാൽ റോഡിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ പ്ലസ് ബീഡ്സിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ചെയ്യണം. റോഡിന്റെ തന്നെ ml square by 12 തന്നെ പ്ലസ് ബീഡ്സിന്റെ മാസസ് വന്നിട്ടുണ്ടോ, സ്മോൾ m ആണ് ബീഡ്സിന്റെ മാസ്. സോ ഇറ്റ് വിൽ ബി small m into L/2 the whole square plus small m into L/2 the whole square. So it will be ml square by 4 plus ml square by 4 ml square by 2 എന്ന് വരും. It will be ml square by 12 plus small m into ml square by 2. It will be the moment of inertia. So angular momentum conserved ആയിരിക്കണം. So I dash omega dash has to be equal to I omega 0. So I dash എന്ന് പറയുന്നത് ml square by 12 plus ml square by 2 ആണ്. Omega dash has to be equal to initially ഉണ്ടായിരുന്ന angular momentum ml square by capital M ആട്ടോ, ml square by 12 into omega 0 ആണ്. So L square common ആണ്, cancel ചെയ്ത് കളയാം. So omega dash is equal to m by 12 omega 0 divided by m by 12 plus m by 2. So this is, how much is it? So താഴെ ഇവിടെ 6 by 12 ആക്കാം. So m omega 0 divided by m plus 6m, m plus 6m common എടുത്താൽ m plus 6m. Okay, option 4 will be the answer. Option 4 ആണ് ആൻസർ. ഇത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തു, 24 ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തു. ബാക്കി 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഡൗട്ടിന്റെ അടുത്ത ക്ലാസ് ചോദിച്ചു. നീങ്ങുന്നില്ല, തീരെ സ്പീഡില്ല, കാരണം ക്വസ്റ്റ്യൻസ് അത്രയും ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കുറച്ചൊക്കെ. നിങ്ങൾ തന്നെ കുറച്ച് പ്രാക്ടീസ് ചെയ്താലേ ശരിയാവും. ബാക്കിയുള്ളവർക്ക് ഇതുമായിട്ട് സിമിലർ ആയിരിക്കും. ഇനി അഥവാ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പേഴ്സണലി അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിലോ ചോദിച്ചാൽ മതി. ഓക്കെ, എല്ലാവർക്കും ക്വസ്റ്റ്യൻ ഡൗട്ടൊക്കെ ചോദിക്കാം. ഇവിടെ കുറച്ച് പേര് മാത്രമേ ഇവിടെ റിപ്ലൈ ചെയ്യുന്നുള്ളൂ. അത് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ തന്നെയാണ്. ബാക്കിയുള്ളവർക്ക് വേണമെങ്കിൽ ഡൗട്ടൊക്കെ ചോദിക്കാം, കുഴപ്പമൊന്നുമില്ല. സോ അടുത്ത ചാപ്റ്റർ ഞാൻ പറഞ്ഞിരുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. ഇത് ചെയ്തു വരാൻ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ ഇത് നോക്കിയിട്ട് വരാനും പറഞ്ഞിരുന്നു. സോ തിയറി പറയാൻ തീരെ, പ്രോബ്ലംസ് ചെയ്യാൻ തന്നെ സമയമില്ല, അതുകൊണ്ടാണ് തിയറിയും കൂടി പറയാത്തത്. ഓക്കെ, തിയറി നിങ്ങൾ തന്നെ നോക്കി വരണം. സോ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 1. സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈ വർഷം ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും ചോദിച്ചിട്ടില്ല.
അത്യാവശ്യം ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആയിട്ട് നമ്മൾ പഠിപ്പിക്കുന്ന ചാപ്റ്റർ ആണ്. കഴിഞ്ഞ വർഷം 12 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ 16 എക്സാംസിൽ 12 ക്വസ്റ്റ്യൻ. ഓൺ ആൻ ആവറേജ് ഏകദേശം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമുക്ക് റൊട്ടേഷനിൽ എത്ര ക്വസ്റ്റ്യൻ ചോദിച്ചു? 34 ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഓൺ ആൻ ആവറേജ് ഓരോ എക്സാമിലും 2 ക്വസ്റ്റ്യനിൽ മുകളിൽ ചോദിച്ചിട്ടുണ്ട്. എന്ന് കരുതി ഒരു വർഷം മറ്റേ ചോദിച്ചത് ഈ വർഷം ഇതിൽ നിന്ന് ചോദിക്കാം, അങ്ങനെയൊക്കെ വരാം. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും വരാം. ദാറ്റ് ഈസ് അപ് ടു അസ്. നമ്മൾ എല്ലാ ചാപ്റ്ററും നോക്കി പോവുക എന്നുള്ളത് മാത്രമാണ് അതിനുള്ള സൊല്യൂഷൻ. സോ ക്വസ്റ്റ്യൻ നമ്പർ 1. A rod of mass m and length 2l is suspended at its middle by a wire. It exhibits torsional oscillations. If the two masses of m are attached at a distance of l by 2 from the center of both the rods, it reduces the oscillation frequency by 20%. Oscillation frequency by 20%. Okay. The value of ratio of m by m to that of m is to that of m. Okay. So നമുക്ക് the torsional oscillation എന്നുള്ള question. This question is from torsional oscillations. Second. So question ഇതാണ്. ആദ്യം നമുക്കൊരു റോഡ് ഉണ്ടായിരുന്നു. ആ റോഡിന്റെ ഇത് കാരണമുള്ള ടൈം പീരീഡിന്റെ ഫ്രീക്വൻസിയിൽ എന്തുണ്ടായി? 20% ഡിക്രീസ് ഉണ്ടായി. അത് അവിടെ ഒരു 2 മാസസും കൂടി വെച്ചപ്പോ എന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് മാസിന്റെ റേഷ്യോ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ എങ്ങനെയാണ് ടോർഷണൽ ഓസിലേഷൻസ് ഉണ്ടാവുക? സപ്പോസ് നമ്മൾ ഒരു സ്ട്രിങ് തൂക്കിയിടുക അല്ലെങ്കിൽ റോഡ് തൂക്കിയിടുക. നമ്മൾ ടോർഷന്റെ കേസ് മുമ്പ് പറഞ്ഞാണ്. മുമ്പ് മറ്റേ ഏതൊരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ടോർഷന്റെ കേസ് അല്ലെ. അതിനകത്ത് ഇങ്ങനെ താഴെ ഒരു റോഡ് പോലെ അല്ലെങ്കിൽ സ്ട്രിങ് അല്ലെങ്കിൽ റോഡ് എന്തോ സംഭവം ഉണ്ട്. താഴെ നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറക്കുക. ഇങ്ങനെ ഇത് കുറക്കുമ്പോ എന്ത് ചെയ്യും? ഇങ്ങനെ കൊടുക്കുമ്പോ എന്ത് ചെയ്യും? താഴെ ഇങ്ങനെ കൊടുക്കുമ്പോ എന്ത് ചെയ്യും? ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്യും. ഈ സംഭവം ജസ്റ്റ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യും. താഴെ നമ്മൾ അപ്പുറത്തും ടോർക്ക് കൊടുത്താൽ ജസ്റ്റ് വിൽ ട്വിസ്റ്റ് സ്ലൈറ്റ്ലി എന്ത് ചെയ്യും? ട്വിസ്റ്റ് ചെയ്യും. സ്ലൈറ്റ്ലി ട്വിസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു റീസ്റ്റോറിംഗ് ടോർക്ക് ഡെവലപ്പ് ചെയ്യും. There will be a restoring torque developed. So restoring torque will be minus k into that theta. അതിന്റെ ടോർഷണൽ കോൺസ്റ്റന്റ് k into theta എന്ന് വരും. സോ ഈ k into theta കാരണം ഇതിനകത്ത് എന്തുണ്ടാവും? ആൽഫ. ഈ റോഡിന് താഴത്തെ റോഡിന് ആ ടോർക്ക് കിട്ടും. അപ്പൊ അതിന് റീസ്റ്റോറിംഗ് ബാക്കിലോട്ട് തന്നെ തിരിച്ചു പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും. That is given by minus k into theta. ഇവിടെ ഒരു ആംഗുലാർ ഓസിലേഷൻ ആണ് ഉണ്ടാവുക. ഓക്കെ, so alpha is equal to minus k by I into theta. Alpha is equal to minus k by I into theta. ഇത് ഏതുപോലെ തന്നെയാണ്? ആക്സിലറേഷൻ is equal to നമ്മൾ മറ്റേതിന്റെ കേസിൽ എഴുതുകയാണെങ്കിൽ, സാധാരണ കേസിൽ എഴുതുകയാണെങ്കിൽ f is equal to minus kx ആണ്. ma is equal to minus kx ആണ്. a is equal to minus k by m into x ആണ്. a is equal to minus. ഈ മൈനസ് k by m ആണ് എന്തെന്ന് പറയുന്നത്? ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? ഇതിനകത്ത് ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് k by I ആണ്. ടോർഷണൽ ഓസിലേഷന്റെ കേസിൽ k by I ആണ് എന്തെന്ന് പറയുന്നത്? ഒമേഗ. സോ ഒമേഗ is equal to root of k by I എന്ന് വരും. ഓക്കെ, ടൈം പീരീഡ് is equal to 2 pi into root of I by k. മറ്റേതിനകത്ത് m by k എന്ന് വരുന്നത്, ഇതിനകത്ത് I by k എന്ന് വരും. ഓക്കെ, അതേപോലെ ഫ്രീക്വൻസി 1 by 2 pi root of k by I എന്ന് വരും. root of k by I. അപ്പോ ഫസ്റ്റ് കേസിൽ ഉണ്ടായിരുന്ന ഫ്രീക്വൻസിനേക്കാളും എത്ര കുറഞ്ഞു? 20% കുറഞ്ഞു എന്നാണ് രണ്ടാമത്തെ കേസ്. ഓക്കെ, ഇതിനകത്ത് ബാക്കിയെല്ലാം സെയിം ആണ്. നമ്മൾ ഈ തൂക്കിയിട്ടിരിക്കുന്ന ഈ സംഭവത്തിലാണ് ടോർഷൻ ഉണ്ടാവുന്നത്.
അത് സെയിം സംഭവം തന്നെയാണ്. അപ്പൊ കെ സെയിം ആണ്. അടുത്ത കേസിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? L/2 ഡിസ്റ്റൻസിൽ അല്ലെ, L/2 ഡിസ്റ്റൻസിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഡിസ്റ്റൻസ് ഓഫ് L/2 ടോട്ടൽ ലെങ്ത് 2L ഉണ്ട്. ഡിസ്റ്റൻസ് ഓഫ് L/2 നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ഇത് വെക്കാണ് ചെയ്യുന്നത്. ഓക്കെ, ഡിസ്റ്റൻസ് ഓഫ് L/2 ഒരു സ്മോൾ എം, രണ്ട് സൈഡിലും സ്മോൾ എം വെക്കാണ് ചെയ്തത്. അപ്പൊ ഇവിടെ L/2 ഡിസ്റ്റൻസിൽ നമ്മൾ സ്മോൾ എം മാസസ് കൊണ്ടുപോയി വെച്ച്. സോ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു F1/F2 is inversely proportional to moment of inertia ആണ്. ബാക്കിയെല്ലാം സെയിം ആണ്. It's inversely proportional to square root of moment of inertia. That will be root of I2 by I1. I2 by I1 ആണ് വരും. ഓക്കെ, ഫ്രീക്വൻസി 20% ഡിക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഫ്രീക്വൻസി എത്രയാണ്? ദാറ്റ് ഈസ് 0.8 ടൈംസ് ദി ഇനീഷ്യൽ ഫ്രീക്വൻസി. 20% ഡിക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉള്ളത് എത്രയാണ്? 80% ഫ്രീക്വൻസി ആണ്. 80% ഫ്രീക്വൻസി ആണ് ഇപ്പൊ ഉള്ളത് എന്ന് പറഞ്ഞാൽ 0.8 എഫ് ആണ് ഇപ്പോ കയ്യിലുള്ളത്. സോ F1 ഡിവൈഡഡ് ബൈ 0.8 F1 is equal to സ്ക്വയർ റൂട്ട് ഓഫ് I2 ഇപ്പോഴുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഇപ്പോഴുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞാൽ m into 2L the whole square by 12, അതായത് റോഡിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ പ്ലസ് 2m into രണ്ട് പോയിന്റ് ഒബ്ജക്ട്സ് പ്ലേസ് ചെയ്തിട്ട് ഡിസ്റ്റൻസ് ഓഫ് L/2 the whole square ഡിവൈഡഡ് ബൈ ഇനീഷ്യലി ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ m into 2L the whole square by 12. 2L the whole square by 12. സോ എഫ് ക്യാൻസൽ ചെയ്ത് പോകും. സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഉണ്ടാവാൻ പോകുന്നത് 1/0.64 ആണ്. 1/0.64 അല്ലെങ്കിൽ വേണമെങ്കിൽ 100/64 എന്നൊക്കെ എഴുതാം. ഈക്വൽ ടു സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ L സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോകും. ഫസ്റ്റ് വരെ m/3 പ്ലസ് m/3 പ്ലസ് എന്ത് വരും? m/2 ആണോ? m/2 ഡിവൈഡഡ് ബൈ m/3. m/3 പ്ലസ് m/2 ഡിവൈഡ് ബൈ m/3. ഓക്കെ, സോ ഇതിനകത്ത് മുകളിലും താഴെയും വേണമെങ്കിൽ m/3 കൊണ്ട് ഡിവൈഡ് ചെയ്താലും മതി. m/3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് കിട്ടാൻ പോകുന്നത് 1 പ്ലസ് 3 സ്മോൾ m ബൈ 2m is equal to 3 small m by 2m is equal to 1/0.64. So 3 small m by 2m is equal to 100 minus 100/64 minus 1. 100/64 minus 1 is 36/64 is equal to 3m by 2m. So the 32 is 12. So it is 12/32. 12/32 എത്രയാ? 6/16. 6/16 എന്ന് പറയുന്ന ആൻസർ ഉണ്ടോ? 6/16 എത്ര വരും? 6/18 ആണെങ്കിൽ 1/3 ആണ്. 1/3 കുറച്ച് കൂടുതലായിരിക്കും 6/16. ഓപ്ഷൻ 1 will be the answer. 1/3 എത്രയാ? 0.33. 0.33 കുറച്ച് കൂടുതലായിരിക്കും ആ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, will be slightly more than 0.63. So ഇതാണ് ടോർഷന്റെ കേസ്. This is the case of torsion. ടോർഷണൽ ഓസിലേഷൻ ആണിത്. ഇനി അടുത്തത്, a particle is executing SHM of amplitude A along the x-axis about x equal to 0. When its potential energy is equal to its kinetic energy, the position of the particle will be. So വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, JEE Main ഒക്കെ ചോദിക്കാൻ പറ്റുന്നതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഒരു പാർട്ടിക്കിൾ SHM എക്സിക്യൂട്ട് ചെയ്യാണ് about x equal to 0 when its potential energy equal to kinetic energy. Potential energy kinetic energy ക്ക് equal ആവുമ്പോൾ what is the position of the particle? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സോ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? കൈനറ്റിക് എനർജി ഈസ് half m omega square a square minus x square. half m omega square a square minus x square ആണ് കൈനറ്റിക് എനർജി. half
m omega square a square minus x square. ഇതാണ് kinetic energy. Potential energy എന്ന് പറഞ്ഞാൽ half m omega square x square. രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ half m omega square കട്ടായി പോകും. a square minus x square has to be equal to x square. 2x square is equal to a square. X square is equal to a square by 2. X is equal to a by root 2. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതാണ് ഇതിനകത്ത് ഇപ്പൊ ചോദിക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എ സിലിണ്ടറിക്കൽ പ്ലാസ്റ്റിക് ബോട്ടിൽ ഓഫ് നെഗ്ലിജിബിൾ മാസ് ഈസ് ഫിൽഡ് വിത്ത് 310 ml of water and left floating in a pond with still water. If pressed downwards slightly and released, it starts performing SHM with angular frequency omega. If the radius of the bottle is 2.5 centimeter, then omega is closed. What is omega? ഇത് ഫ്ലോട്ട് ചെയ്യുന്ന കേസിലുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ, ഫ്ലോട്ടിങ്ങിന്റെ കേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു സംഭവം ഫ്ലോട്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ടൈം പീരീഡിന്റെ ഇക്വേഷൻ നമുക്കറിയാം, ഞാൻ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ അതിന്റെ ടൈം പീരീഡിന്റെ ഇക്വേഷൻ വരിക ഇതിനകത്ത് ഇപ്പൊ എച്ച് എന്ന് പറയുന്ന ഇത്രയും പോർഷൻ ഇത് ഇമ്മേഴ്സ് ചെയ്ത് നിൽക്കുകയാണെന്ന് വിചാരിച്ചാണ്. അപ്പൊ ഇതെന്ത് ചെയ്യാണ്, ഫ്ലോട്ട് ചെയ്ത് നിൽക്കുകയാണ്. ഇതിന് എച്ച് എന്ന് പറയുന്ന പോർഷൻ ഇമ്മേഴ്സ് ചെയ്ത് നിൽക്കുമ്പോൾ ഇതിന്റെ എം ജി വെയിറ്റിന് ആര് ബാലൻസ് ചെയ്യുന്നുണ്ട്, ബോയൻസി ഫോഴ്സ്. ബോയൻസി ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏരിയ, താഴത്തെ ഏരിയ എ, ഈ ലിക്വിഡിന്റെ ഡെൻസിറ്റി റോ ആണെന്നുണ്ടെങ്കിൽ വോളിയം ഇമ്മേഴ്സ്ഡ് എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എച്ച് എന്ന് വരും. റോ ഇൻറ്റു ജി, എ ഇൻറ്റു എച്ച് ഇൻറ്റു റോ ജി. എം ജി ഇസ് ബാലൻസ്ഡ് ബൈ എ എച്ച് റോ ജി. ഓക്കെ, ഇനി ഇതിനെ താഴേക്ക് സ്ലൈറ്റ്ലി ഡിപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. താഴേക്ക് ഒരു എക്സ് എമൗണ്ട് ഡിപ്രസ് ചെയ്തു എന്ന് വെച്ചു. അപ്പോ ബോയൻസി ഫോഴ്സ് എന്തായിട്ട് മാറും, എ ഇൻറ്റു എച്ച് പ്ലസ് എക്സ് ആവും ഇമ്മേഴ്സ്ഡ് വോളിയം. ബോയൻസി ഫോഴ്സ് ബിക്കംസ് എ ഇൻറ്റു എച്ച് പ്ലസ് എക്സ് റോ ജി. അപ്പൊ നെറ്റ് ഫോഴ്സ് താഴേക്കാണ് ഡിസ്പ്ലേസ് ചെയ്തത്, അതുകൊണ്ട് താഴേക്കുള്ള ഫോഴ്സ് ഞാൻ തൽക്കാലം പോസിറ്റീവ് ആയിട്ട് എടുക്കാം. സോ എം ജി മൈനസ് എ ഇൻറ്റു എച്ച് പ്ലസ് എക്സ് റോ ജി. മനസ്സിലായോ? സോ ഇതിനകത്ത് എക്സ്പാൻഡ് ചെയ്ത എ എച്ച് റോ ജി ഉണ്ടാവും, പിന്നെ എന്താ ഉണ്ടാവുക, എ എക്സ് റോ ജി ഉണ്ടാവും. അപ്പൊ എ എച്ച് റോ ജിയും എം ജിയും ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ എം ജി ഇക്വൾ ടു എ എച്ച് റോ ജി ആണ്. സോ നെറ്റ് ഫോഴ്സ് ആയിട്ട് വരുന്നത് ഇവിടെ മൈനസ് എ റോ ജി ഇൻറ്റു എക്സ്, മൈനസ് എ റോ ജി ഇൻറ്റു എക്സ്. ബാക്കി എ എച്ച് റോ ജിയും എം ജിയും ക്യാൻസൽ ചെയ്ത് പോകും. എന്തുകൊണ്ടാണ് എം ജിന്ന് മറ്റേ സബ്ട്രാക്ട് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ് ചെയ്യുന്നത് താഴേക്കാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ ഞാൻ പോസിറ്റീവ് ആയിട്ട് എടുത്തതാണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫോഴ്സ് എന്ന് കിട്ടി. സോ ഇത് സാധാരണ പോലെ തന്നെ എം എ ഇസ് ഈക്വൽ ടു മൈനസ് എ റോ ജി ഇൻറ്റു എക്സ്, ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു മൈനസ് എ റോ ജി ബൈ എം ഇൻറ്റു എക്സ്. അപ്പൊ ഇത് ഏതുപോലെയാണ്, ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു നമ്മൾ പറഞ്ഞിരുന്നു ഒമേഗ സ്ക്വയർ എക്സ്. എസ് എച്ച് എമ്മിന്റെ കേസിൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ആണ്. സോ ഇതിനകത്ത് ഈ എക്സിന്റെ കോയിഫിഷ്യന്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഒമേഗ സ്ക്വയർ, മൈനസ് ഒമേഗ സ്ക്വയർ. സോ ഒമേഗ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് എ റോ ജി ബൈ എം. ഒമേഗ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് എ റോ ജി ബൈ എം. ടൈം പീരീഡ് ഈ കേസിൽ എന്താണെന്ന് ചോദിച്ചാൽ 2π ഇൻറ്റു റൂട്ട് ഓഫ് എം ബൈ എ റോ ജി. ഇതാണ് ഫ്ലോട്ടിംഗ് ഒബ്ജക്റ്റിന്റെ കേസിലുള്ള ടൈം പീരീഡും ആംഗുലാർ ഫ്രീക്വൻസിക്കും ഒക്കെ ഉള്ള ഇക്വേഷൻ. ഇതറിയാത്തവർ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. സോ ഇനി ബാക്കി ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ എന്താണ്, ഇതിനകത്ത് എന്തൊക്കെ തന്നിട്ടുണ്ട്, സിലിണ്ടറിക്കൽ പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഓഫ് നെഗ്ലിജിബിൾ മാസ്. അപ്പൊ പ്ലാസ്റ്റിക് ബോട്ടിലിന് മാസ് ഒന്നുമില്ല, അതിന്റെ ഉള്ളിൽ വെള്ളം നിറച്ചിട്ടുണ്ട്. 310 ml ഓഫ് വാട്ടർ ആണ്. ഒരു ml വാട്ടറിന് എത്ര മാസ് ഉണ്ടാവും, 1 gram ആണ്. വാട്ടറിന്റെ ഡെൻസിറ്റി 1 gram per cc ആണ്. 1 cc എന്ന് പറഞ്ഞാൽ 1 milliliter ആണ്. ഓക്കെ, 1000 cc ആണ് 1 ലിറ്റർ, 1000 milliliter ആണ് 1 ലിറ്റർ. സോ അതിന്റെ മാസ് എന്ന് പറയുന്നത്, വാട്ടറിന്റെ മാസ്, ആ ഓസിലേറ്റ് ചെയ്യുന്ന കുപ്പിക്കകത്തുള്ള മാസ് എന്ന് പറയുന്നത് 310 gram ആണ്. ഓക്കെ,
പിന്നെ നമുക്ക് എന്തൊക്കെയാ വേണ്ടത്? വാട്ടറിന്റെ ഡെൻസിറ്റി നമുക്കറിയാം 10⁻³ kg/m³ ആണ്. 2.5 സെന്റിമീറ്റർ ആണ് എന്ത് അതിന്റെ താഴത്തെ റേഡിയസ് എന്ന് പറയുന്നത്. സോ നമ്മളോട് ചോദിച്ചത് ആംഗുലർ ഫ്രീക്വൻസി ഒമേഗയാണ് ചോദിച്ചത്. സോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മാസ് എത്രയാ? മാസ് 310 gram എന്ന് പറഞ്ഞാൽ 0.3 കിലോഗ്രാം. 0.3 കിലോഗ്രാം. ഏരിയ എത്രയാണ്? പൈ ഇൻറ്റു ആർ സ്ക്വയർ. സോ ദാറ്റ് ഇസ് പൈ ഇൻറ്റു 2.5 ഇൻറ്റു 10⁻² the whole square. Okay, -2 the whole square. ജി എത്രയാണ്? 10. റോ എത്രയാണ്? 10⁻3. സോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, സോൾവ് ചെയ്യാം. എത്രയാണോ കിട്ടുന്നത് അത്രയും വരും. ചെയ്യേണ്ട സ്റ്റെപ്പ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. 2π × √m/a⁻g ആണ് അതിന്റെ ടൈം പീരീഡ്. നിങ്ങൾ ചെയ്ത് നോക്ക്, എന്നിട്ട് എത്രയാണോ ആൻസർ കിട്ടുന്നത് അത്രയും. ഞാൻ സിമ്പിൾ ക്വസ്റ്റ്യൻ അധികം സമയം കളയുന്നില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4. എ പാർട്ടിക്കിൾ എക്സിക്യൂട്ട്സ് സിമ്പിൾ ഹാർമോണിക് മോഷൻ വിത്ത് ആൻ ആംപ്ലിറ്റ്യൂഡ് 5 cm. When the particle is at 4 cm from the mean position, it's the magnitude of the velocity in SI units is equal to that of its acceleration. Is equal to that of its acceleration. Then then its periodic time in seconds is. What is its period? Period എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അഗൈൻ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു പാർട്ടിക്കിളിന്റെ ആംപ്ലിറ്റ്യൂഡ് തന്നിട്ടുണ്ട്. ആംപ്ലിറ്റ്യൂഡ് എത്രയാ? 5 സെന്റിമീറ്റർ ആണ്. ആംപ്ലിറ്റ്യൂഡ് ഈസ് 5 സെന്റിമീറ്റർ. പാർട്ടിക്കിൾ 4 സെന്റിമീറ്റർ ആവുമ്പോൾ വെലോസിറ്റിയുടെയും the magnitude of velocity as well as acceleration. Velocity as well as accelerations are same. അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ചെയ്ത് നോക്കാം. സോ നമുക്കറിയാം SHM എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇതാണ് മീൻ പൊസിഷൻ, x=0, x=a എവിടെയെങ്കിലും ഇതാണ് x= ആംപ്ലിറ്റ്യൂഡ് വരിക. ഇതാണ് മൈനസ് ആംപ്ലിറ്റ്യൂഡ്. നമുക്കറിയാം വെലോസിറ്റിയുടെ ഇക്വേഷൻ, വെലോസിറ്റി ഇൻ ടേംസ് ഓഫ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഒമേഗ ഇൻറ്റു √a² - x². വെലോസിറ്റി ഈസ് ഒമേഗ ഇൻറ്റു √a² - x². ആക്സിലറേഷന്റെ മാഗ്നിറ്റ്യൂഡ്, ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലറേഷൻ ഈസ് ω² ഇൻറ്റു x അതിന്റെ അല്ലെങ്കിൽ -ω²x മാഗ്നിറ്റ്യൂഡ് എത്രയാണോ അതിന്റെ മാഗ്നിറ്റ്യൂഡ്. ഇത് രണ്ടും ഈക്വൽ ആണെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. ബോത്ത് ഓഫ് ദം ആർ ഈക്വൽ. രണ്ടും ഈക്വൽ ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ -ω²x അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് ടൈം പീരീഡ്? ടൈം പീരീഡ് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ടൈം പീരീഡ് ഈസ് 2π/ω. ടൈം പീരീഡ് ഈസ് 2π/ω. സോ ഇതിനകത്ത് എന്റെ വാല്യൂ അറിയാം, എക്സിന്റെ വാല്യൂ അറിയാം. എക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് രണ്ടും ഇക്വേറ്റ് ചെയ്താൽ ω² ഇവിടെ കേസിൽ എത്ര? ω² ഇൻറ്റു 4 ഇസ് ഈക്വൽ ടു 4 സെന്റിമീറ്റർ ഇൻറ്റു 10⁻² ചെയ്യാം, ചെയ്താലും കുഴപ്പമില്ല. 10⁻² ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു √5² - 4² ഇൻറ്റു 10⁻⁻4 വരും. കാരണം എന്താ? 5 സെന്റിമീറ്റർ ആണ്. അപ്പൊ അതിന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ ഉള്ളിലൊരു -10⁻⁻4 അത് പുറത്ത് വന്നാൽ 10⁻². അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു, അത് കട്ടായി പോയാണ്. സോ ഒരു ഒമേഗ ക്യാൻസൽ ചെയ്ത് പോകും. ഒമേഗ ഇസ് ഈക്വൽ ടു ഇതിനകത്ത് എന്താ? √5² - 4² 9 എന്ന് വരും. ദാറ്റ് വിൽ ബി 3. ഒമേഗ ഇസ് ഈക്വൽ ടു 3/4 എന്ന് വരും. ഒമേഗ 3/4 ആണ്. ടൈം പീരീഡ് ഇസ് ഈക്വൽ ടു 2π/ω 2π/3/4 ദാറ്റ് ഈസ് 8π/3. ടൈം പീരീഡ് എന്ന് പറയുന്നത് 8π/3 എന്ന് വരും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി വിൽ ബി ദി ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക. Question number 5. A particle undergoing an SHM has time dependent displacement x of t is equal to a sin πt/90. The ratio of kinetic to potential energy at t equal to 210 centimeter will be. At t equal to 210 seconds will be. So ഒന്നുകിൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, രണ്ട് രീതിയിൽ ചെയ്യാം. In terms of time ചെയ്യാം അല്ലേ? x of t is equal to ഇതാണ് തന്നിട്ടുണ്ട് a sin
πt/90 ആണെന്ന് തന്നിട്ടുണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് mv² ആണ്. അപ്പൊ ഒന്നുകിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് വെലോസിറ്റി കണ്ടുപിടിക്കാം. ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് വെലോസിറ്റി കണ്ടുപിടിക്കുമ്പോൾ a ഇൻറ്റു ഒരു പൈ വരും. ഓക്കെ, a ഇൻറ്റു പൈ എന്ന് വരും. ഇൻറ്റു ഡിഫറൻഷിയേറ്റ് ചെയ്താൽ a ഇൻറ്റു π/90 ഇൻറ്റു cos π/90 t എന്ന് വരും. ഇനി ടീന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെലോസിറ്റി കണ്ടുപിടിക്കാം, ഇത് കണ്ടുപിടിക്കാം. ഓക്കെ, കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാം. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താണ്? ഹാഫ് m ω² x² ആണ്. ഹാഫ് m ω² x² ആണ്. സോ അങ്ങനെയും ചെയ്യാം. എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം, റേഷ്യോ കണ്ടുപിടിക്കാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? കൈനറ്റിക് എനർജിനെ എങ്ങനെ ഇക്വേറ്റ് ചെയ്യാം? കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് m ω² a² മൈനസ് x². ഹാഫ് m ω² a² മൈനസ് x². പൊട്ടൻഷ്യൽ എനർജി എന്താണ്? ഹാഫ് m ω² x². സോ ദി റേഷ്യോ എന്ത് ചെയ്താൽ മതി? എക്സിന് എന്ത് ചെയ്ത് കൊടുത്താൽ മതി? ടൈമിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട്? 210 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടൈമിന് 210 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരിക? അപ്പോ 210 ഡിവൈഡ് ബൈ 90 അല്ലെ? എക്സിന്റെ വാല്യൂ എന്ത് വരും? അപ്പോ എക്സ് ഈക്വൽ ടു a ഇൻറ്റു സൈൻ 210/90 എത്രയാ? സൈൻ 210/90 into t. So that is 7/3. Sin 7π/3 എന്ന് വരും. Sin 7π/3 എത്രയാ? Sin 7π/3 എന്ന് പറയും. ഓക്കെ, Sin 7π/3 എന്ന് പറഞ്ഞാൽ Sin 2π plus π/3 ആണ്. എന്ന് പറഞ്ഞാൽ Sin π/3 ആണ്. That is √3 a/2 എന്ന് വരും ആൻസർ. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ആൻസർ കിട്ടും. That is also 1/. റേഷ്യോ എത്രയാ വരികയെന്ന് വെച്ചാൽ അത്രയും വരും. റേഷ്യോ എത്രയാ? വാട്ട് ഇസ് റേഷ്യോ? 1/9 ആണോ? 1/3 ആയിക്കോട്ടെ, 1/3 വരും. അപ്പോ 3 ആണോ ആൻസർ? അപ്പൊ ആൻസർ ഇല്ലേ? 3 അല്ല ആൻസർ. 3 അല്ല, 3 അല്ലല്ലേ, 1/3 അല്ലേ വരിക? പൊട്ടൻഷ്യൽ എനർജി അല്ലേ കൂടുതൽ? സോ 1/3 ആണ് ആൻസർ വരുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സിന്റെ വാല്യൂ √3 a/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്താൽ മതി. ഓക്കെ, m ω² ഒക്കെ ക്യാൻസൽ ചെയ്ത് പോകും. സോ a² മൈനസ് √3 a/2 ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ √3 a/2 ദി ഹോൾ സ്ക്വയർ. സോ മുകളിൽ 1/4 വരും, താഴെ 3/4 വരും. സോ 3:1/3 എന്നാ വരും. റേഷ്യോ വിൽ ബി 1/3. ഓപ്ഷൻ ബി ഉണ്ട്, പക്ഷേ 1/3 ആണ് ആൻസർ വരുന്നത്. ഇതെന്താ എല്ലാം തിരിഞ്ഞിട്ടാണല്ലോ ഇവരുടെ റേഷ്യോസ് മൊത്തം. ഒന്നെങ്കിൽ ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്തിട്ടുള്ള മിസ്റ്റേക്ക് ആയിരിക്കും, അതല്ലെങ്കിൽ NTA മിസ്റ്റേക്ക് തന്നെ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. A simple pendulum of length 1 meter is oscillating with an angular frequency 10 radian per second. The support of the pendulum starts oscillating up and down with a small angular frequency of 1 radian per second and an amplitude of 10⁻⁻² meter. The relative change in the angular frequency of the pendulum is. Okay. So a simple pendulum is oscillating with an angular frequency of 10 radian per second. The support of the pendulum starts oscillating up and down with a small angular frequency of 1 radian per second and an amplitude of 10⁻⁻² meter. The relative change in angular frequency of the pendulum is best given by. Question number 6 അവിടെ നിൽക്കട്ടെ, ഞാൻ നോക്കിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കേണ്ടി വരും. ഇപ്പൊ ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ സമയം പോകും, വേസ്റ്റ് ആവും. നമ്പർ 6 ഞാൻ അടുത്ത ക്ലാസ് പറയും. ഓക്കെ, പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്നില്ല, കാരണം ഓസിലേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ സാധാരണത്തെ കേസിൽ സാധാരണ ഒരു സംഭവം മുകളിലോട്ട് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ, ഒരു
ഈ ഇപ്പൊ ഒരു ലിഫ്റ്റിന്റെ ഉള്ളിലാണ് ഒരു പെൻഡുലം ഓസിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, മുകളിലോട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ടൈം പീരീഡ് എന്തായിരിക്കണം? 2π × L/G എഫക്റ്റീവ് എടുക്കണം. മുകളിലോട്ട് പോവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? G+A എന്ന് എടുക്കണം. താഴേക്കാണ് ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ G-A എന്ന് എടുക്കണം. സോ ഇതിൽ എനിക്ക് പെട്ടെന്ന് ഇത് മുകളിലോട്ടും താഴോട്ടും ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. ഓസിലേറ്റിംഗ് അപ്പ് ആൻഡ് ഡൗൺ. ഇതിനെ ക്വസ്റ്റ്യൻ എന്താണ്? ഈ റൂഫ് എന്ത് ചെയ്യാണ്? മുകളിലോട്ടും താഴോട്ടും ഓസിലേറ്റ് ചെയ്യും. അതാണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. സോ ഇത് സപ്പോർട്ട് എവിടെ നിന്നാണോ ഹാങ് ചെയ്യുന്ന ആ സംഭവം മുകളിലോട്ടും താഴോട്ടും ഓസിലേറ്റ് ചെയ്യുക. സോ അതിലിപ്പോ ഇവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവതാണ് ഏതാണ്? ω²A ആണല്ലോ ആക്സിലറേഷൻ. സോ 2π × L/G എഫക്റ്റീവ് എടുക്കുമ്പോൾ ജിയിൽ ഉണ്ടാവുന്ന ചേഞ്ച്, ജി എഫക്റ്റീവിൽ ഉണ്ടാവുന്ന ചേഞ്ച് എത്രയാ? ജി എഫക്റ്റീവിൽ ഉണ്ടാവുന്ന ചേഞ്ച് അതെടുത്തിട്ടാണ് അവര് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ജി എഫക്റ്റീവിൽ ഉണ്ടാവുന്ന ചേഞ്ച് ω²A അല്ലേ ആക്സിലറേഷനിൽ ഉണ്ടാവുന്ന ചേഞ്ച് വരിക, അത് അവിടെ ഇട്ടിട്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. പക്ഷെ അത് കറക്റ്റ് ആണോന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം അങ്ങനെ ചെയ്താൽ പക്ഷെ ഇത് രണ്ടും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. മുകളിലോട്ടാണോ താഴേക്കാണോ എന്നില്ലല്ലോ. അപ്പൊ നെറ്റ് എഫക്റ്റ് ശരിക്ക് ഉണ്ടാവാൻ പാടില്ല. നെറ്റ് എഫക്റ്റ് 0 ആണ് ശരിക്ക് വരേണ്ടത്. ഏതായാലും നമുക്ക് നോക്കാം, അത് പിന്നെ ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 7. A pendulum is executing SHM and its maximum kinetic energy is K1. If the length of the pendulum is double and it performs the SHM with the same amplitude as in the first case, its maximum kinetic energy is K2. Okay, then K2 is എത്രയാണ്? K2. സോ സെയിം ആംപ്ലിറ്റ്യൂഡ് ആണ്, പഴയ കേസിലെ സെയിം ആംപ്ലിറ്റ്യൂഡ് തന്നെയാണ്. പക്ഷെ ലെങ്ത് എന്തായിട്ടുണ്ട്? ഡബിൾ ആക്കിയിട്ടുണ്ടെന്നാ പറഞ്ഞത്. ലെങ്ത് ഈസ് ഡബിൾഡ്. ലെങ്ത് ഈസ് ഡബിൾഡ്. സോ വാട്ട് വിൽ ബി ദി ന്യൂ കൈനറ്റിക് എനർജി? സോ പഴയ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ K1 is equal to മാക്സിമം കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ ഹാഫ് mω²A², വേർ ഒമേഗ എന്ന് പറയുന്നത് √G/L ആണ്. ടൈം പീരീഡ് 2π × L/G ആണ്. ഒമേഗ എന്ന് പറയുന്നത് 2π/T ആണ്. ദാറ്റ് വിൽ ബി √G/L. സോ ദിസ് ഈസ് ഹാഫ് ഇൻറ്റു m ഇൻറ്റു G/L ഇൻറ്റു A² എന്ന് പറയും. √G/L സ്ക്വയർ ചെയ്ത് ഹാഫ് ഇൻറ്റു m ഇൻറ്റു G/L ഇൻറ്റു A² എന്ന് വരും. ഓക്കെ, സോ ലെങ്ത് ഡബിൾ ആക്കിയാൽ ഓട്ടോമാറ്റിക്കലി ഒമേഗ 1/√2 ടൈംസ് ആവും. സ്ക്വയർ ചെയ്താൽ 1/2 ടൈംസ് ആവും. So K2 is K1/2. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. K2 is K1/2. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2 light identical springs of spring constant K are attached horizontally at 2 ends of a uniform horizontal rod AB of length L and mass M. The rod is pivoted at its center O and it can rotate freely in horizontal plane. The other ends of the spring are connected to the rigid supports as shown in figure. The rod is gently pushed through small angle and released. The frequency of resulting oscillation is? What is the frequency of the resulting oscillation? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് ആംഗുലാർ ഓസിലേഷന്റെ കേസാണ്. ഇറ്റ്സ് എ കേസ് ഓഫ് ആംഗുലാർ ഓസിലേഷൻ. സോ ഇവിടെ നമുക്ക് എന്തുണ്ട്? ഒരു റോഡ് ഉണ്ട്. വി ഹാവ് എ റോഡ് വിച്ച് ഈസ് അറ്റാച്ച്ഡ് ടു എ സ്പ്രിങ്. രണ്ട് സ്പ്രിങ്ങിന് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് അപ്പുറത്തും ഇപ്പുറത്തും. സോ ഇതിനെ നമ്മളൊന്ന് സ്ലൈറ്റ്ലി ടിൽറ്റ് ചെയ്താൽ, സ്ലൈറ്റ്ലി ഒന്ന് ടിൽറ്റ് ചെയ്തു, സ്ലൈറ്റ്ലി ഒന്ന് ടിൽറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക? സ്പ്രിങ് കംപ്രസ് ആവും. രണ്ട് സൈഡിലെ സ്പ്രിങ്ങും കംപ്രസ്ഡ് ആവും. അപ്പൊ ആ സ്പ്രിങ് എന്ത് ചെയ്യും? ഇങ്ങോട്ട് തള്ളും അല്ലെ? ഇങ്ങോട്ട് തള്ളും. സോ F is equal to KX എന്ന് പറയുന്ന ഫോഴ്സിൽ അത് തള്ളും. ഇതും ഇങ്ങോട്ട് എന്ത് ചെയ്യും? KX എന്ന് പറയുന്ന ഫോഴ്സിൽ അവിടെ നിന്ന് ഇങ്ങോട്ടും തള്ളും. They will push towards the opposite sides. സോ ഈ ഫോഴ്സ് കാരണം അവിടെ ടോർക്ക് ഉണ്ടാവും. There will be torque. ഈ ഡിസ്റ്റൻസ് L/2 ആണ്. വെരി സ്മോൾ ആംഗിൾ ആണ്. സോ ആ ആംഗിൾ വെരി സ്മോൾ ആയതുകൊണ്ട് ആൾമോസ്റ്റ് ഫോഴ്സും എല്ലും തമ്മിലുള്ള ആംഗിൾ ആൾമോസ്റ്റ് 90 ഡിഗ്രി തന്നെ എടുക്കും. സോ ദിസ് ആംഗിൾ ഇസ് തീറ്റ. ഡിസ്പ്ലേസ് ചെയ്ത ആംഗിൾ തീറ്റ എന്ന് എടുക്കും. ഓക്കെ, ആ ടേൺ ചെയ്ത ആംഗിൾ തീറ്റ എന്ന് എടുക്കും.
So angular oscillations in the case torque is equal to torque minus some constant k into theta. This spring constant k alla എന്തെങ്കിലും ഒരു constant k into theta എന്ന് കാണിക്കണം. എന്നിട്ട് അതിനെ I alpha ക്ക് equate ചെയ്യണം. I alpha equal to minus k theta എന്ന് എഴുതണം. ഓക്കെ, ഇതിനകത്ത് ആൽഫ ഇസ് ഈക്വൽ ടു മൈനസ് കെ ബൈ ഐ ഇൻറ്റു തീറ്റ. അപ്പോൾ ഈ ടേം ആണ് എന്ത് എന്ന് പറയുന്നത് ഒമേഗ സ്ക്വയർ. ഇങ്ങനെയാണ് നമ്മൾ ടൈം പീരീഡും ആംഗുലാർ ഫ്രീക്വൻസിയും എല്ലാം കണ്ടുപിടിക്കേണ്ട മെത്തേഡ്. ദിസ് ഇസ് ദി മെത്തേഡ് ഫോർ ഫൈൻഡിങ് ആംഗുലാർ ഫ്രീക്വൻസി, ടൈം പീരീഡ് ആസ് വെൽ ആസ് ഫ്രീക്വൻസി ഒക്കെ കണ്ടുപിടിക്കാനുള്ള ഫോഴ്സ് മെത്തേഡ് അല്ലെങ്കിൽ ടോർക്ക് മെത്തേഡ്. ഫോഴ്സ് ആണെങ്കിൽ നേരെ തിരിച്ചു വരും. എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്, എം എ ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്, ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു ദാറ്റ് മൈനസ് കെ ബൈ എം ഇൻറ്റു എക്സ് എന്ന് വരും. അപ്പോ എക്സിന്റെ കോയിഫിഷ്യന്റ് ആയിട്ട്, തീറ്റയുടെ കോയിഫിഷ്യന്റ് ആയിട്ട് വരുന്ന സംഭവമാണ് ഒമേഗ സ്ക്വയർ ആയിട്ട് വരിക. ഓക്കെ, ആൽഫയുടെ ഇക്വേഷനിൽ തീറ്റയുടെ കോയിഫിഷ്യന്റ് ആയിട്ട് വരുന്ന സംഭവമാണ് എന്ത് എന്ന് പറയുന്നത് ഒമേഗ സ്ക്വയർ എന്ന് പറയുന്ന സംഭവം. ഓക്കെ, സോ ലെറ്റ്സ് ഡു ദിസ്. അപ്പൊ ഇവിടെ നമുക്ക് ടോർക്ക് വേണം. ടോർക്ക് ഇസ് ഈക്വൽ ടു ഇവിടുന്ന് കെ എക്സ് എന്ന് പറയുന്ന ഫോഴ്സ് ഉണ്ട്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആൾമോസ്റ്റ് എൽ ബൈ ടു ആണ്. ഇവിടെയും എൽ ബൈ ടു ആണ്. സോ കെ എക്സ് മൈനസ് ഉണ്ട്. എന്തുകൊണ്ടാണ്? തീറ്റയുടെ ഓപ്പോസിറ്റ്, തീറ്റ നമ്മൾ ഇങ്ങോട്ടാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ ഈ ടോർക്ക് അതിനെ ഒപ്പോസ് ചെയ്യാണ് ചെയ്യുന്നത്. കെ എക്സ് ഇൻറ്റു എൽ ബൈ ടു പ്ലസ് കെ എക്സ് ഇൻറ്റു എൽ ബൈ ടു. പക്ഷെ ഇത് എക്സിന്റെ ടേംസിലാണ്. വി നീഡ് ടു ഗെറ്റ് ഇറ്റ് ഇൻ ടേംസ് ഓഫ് തീറ്റ. ആ ഡിസ്പ്ലേസ് ചെയ്ത ആംഗിളിന്റെ ടേംസിൽ കിട്ടണം. സോ എക്സ് ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് ആസ്, എക്സ് എന്ന് പറഞ്ഞാൽ ആൾമോസ്റ്റ് ഈ ആർക്ക് ലെങ്ത് അല്ലേ ഈ കംപ്രഷൻ എന്ന് പറഞ്ഞാൽ. ഈ കംപ്രഷൻ എന്ന് പറഞ്ഞാൽ ആൾമോസ്റ്റ് ദാറ്റ് ആർക്ക് ലെങ്ത് ആണ്. So that can be written as L by 2 theta. L by 2 theta എന്ന് എഴുതാം എക്സിന്. ഓക്കെ, താഴത്തെ എക്സിനെയും L by 2 theta എന്ന് എഴുതാം. So this is minus K into L by 2 theta, L by 2 plus K into L by 2 theta plus L into L by 2. So torque is equal to, ഇതിനകത്ത് ടോർക്ക് എന്ത് വരും? മൈനസ് കെ എൽ സ്ക്വയർ ബൈ 4 ഉണ്ടാവും, ആഡ് ചെയ്യുമ്പോൾ 2 ആയിട്ട് മാറും. കെ എൽ സ്ക്വയർ ബൈ 2 ഇൻറ്റു തീറ്റ. ഐ ആൽഫ ഈക്വൽ ടു മൈനസ് കെ എൽ സ്ക്വയർ ബൈ 2 ഇൻറ്റു തീറ്റ. ആൽഫ ഇസ് ഈക്വൽ ടു മൈനസ് കെ എൽ സ്ക്വയർ ബൈ 2 ബൈ ഐ എന്ന് വരും. ഐ ഇത് ഏത് വെച്ചാൽ റൊട്ടേറ്റ് ചെയ്യണേ? റൊട്ടേറ്റിംഗ് അബൌട്ട് ഇറ്റ് സെന്റർ ഓഫ് മാസ്. സെന്റർ ഓഫ് മാസ് വെച്ചിട്ടാണ്, സെന്റർ ഓഫ് മാസിലാണ് ഹിഞ്ച് ചെയ്തിട്ടുള്ളത്. സോ അത് വെച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ. So it will be ml square by 6, ml square by 12. Sorry, 6 അല്ല, ml square by 12. ഞാൻ കട്ട് ചെയ്ത് പോയാലുള്ള പറഞ്ഞു. ml square by 12 theta. So L square ക്യാൻസൽ ചെയ്ത് കളയാം. 6 മോളോട്ട് വരും. So alpha is equal to minus 6k by m theta. So omega is equal to square root of 6k by m എന്ന് വരും. Time period is equal to 2 pi by omega, 2 pi into m by 6k. Time period is 2 pi into m by 6k. So ഏതാണ് ആൻസർ? ടൈം പീരീഡ് ഓഫ് ഫ്രീക്വൻസി ആണ് ചോദിച്ചത്. സോ ഫ്രീക്വൻസി അതിന്റെ നേരെ റെസിപ്രോക്കൽ. ഓപ്ഷൻ ബി വിൽ ബി ദി ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട്. ഇങ്ങനെയാണ് ടൈം പീരീഡ് കണ്ടുപിടിക്കേണ്ട മെത്തേഡ്. ഓക്കെ, അപ്പോൾ സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. മുമ്പ് പറഞ്ഞ സിമ്പിൾ ആയിട്ടുള്ള എനർജിയുടെ ഇക്വേഷൻസ്, ആക്സലറേഷൻ വെലോസിറ്റിയുടെ ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ടുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ ടൈം പീരീഡ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കും. അപ്പോൾ ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് എനർജി മെത്തേഡ്, എല്ലാവർക്കും അറിയുന്നതായിരിക്കും പ്രതീക്ഷിക്കുന്നു. പിന്നെ ടോർക്ക് മെത്തേഡ് അല്ലെങ്കിൽ ഫോഴ്സ് മെത്തേഡ്. ടോർക്ക് മെത്തേഡും ഫോഴ്സ് മെത്തേഡും ഒരേപോലെ തന്നെയാണ്. എന്ത് ചെയ്യുക? അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ സ്ലൈറ്റ്ലി ഡിസ്പ്ലേസ് ചെയ്യുക. ടോർക്ക് ഇസ് ഈക്വൽ ടു മൈനസ് കെ തീറ്റ അല്ലെങ്കിൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. ഫോഴ്സ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് എന്ന് കാണിക്കുക. പിന്നെയോ അതിനകത്ത് നിന്ന് ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു അത് കാണിക്കുക. എന്നിട്ട് അത് സോൾവ് ചെയ്യുക. ആക്സലറേഷൻ ഇസ് ഈക്വൽ മൈനസ് കെ ബൈ ആ സംഭവം, അല്ലെങ്കിൽ ആംഗുലർ ആക്സലറേഷൻ ഇസ് ഈക്വൽ മൈനസ് കെ ബൈ ഐ എന്ന് കാണിക്കും. തീറ്റയുടെ കോഎഫിഷ്യന്റ് ആയിരിക്കും ഒമേഗ സ്ക്വയർ, എക്സിന്റെ കോഎഫിഷ്യന്റ് ആയിരിക്കും ഒമേഗ സ്ക്വയർ. ഓക്കെ, ആംഗുലർ ആണെങ്കിൽ തീറ്റയുടെ കോഎഫിഷ്യന്റ്, ലീനിയർ ഓസിലേഷൻസ് ആണെന്നുണ്ടെങ്കിൽ എക്സിന്റെ കോഎഫിഷ്യന്റ്. So that's about it. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എ സിമ്പിൾ ഹാർമോണിക് മോഷൻ is represented by y is equal to sin 3 pi t plus root 3 cos 3 pi t centimeter. The amplitude and the time period of the motion are. What is the amplitude and the time period?
വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. രണ്ട് SHMs ആഡ് ചെയ്യാൻ, സെയിം ഫ്രീക്വൻസി ഉള്ള സെയിം ടൈം പീരീഡിലുള്ള രണ്ട് SHMs ആഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. രണ്ട് SHM ഉണ്ട്. ഒരു SHM 5 sin 3πt ആണ്, മറ്റേത് ഈ 5 ഉള്ളിലോട്ട് കൊടുത്താൽ 5√3 cos 3πt ആണ്. So resultant SHM-ന്റെ ആംപ്ലിറ്റ്യൂഡിന്റെ ഇക്വേഷൻ ഒക്കെ നമുക്ക് അറിയാം. The equation for amplitude is equal to root of a1 square plus a2 square plus 2a1 a2 cos 5 ആണ്. ഓക്കെ, റിസൾട്ടന്റ് SHM-ന്റെ ടൈം പീരീഡ് തന്നെ ആയിരിക്കും. ആ രണ്ട് SHM-ന്റെയും ടൈം പീരീഡ് തന്നെയാണ് ഇതിന്റെയും SHM. രണ്ടിനും സെയിം ആണെന്നുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും, സെയിം ടൈം പീരീഡ് തന്നെയായിരിക്കും. ഓക്കെ, സോ കോസ് 5 എന്ന് പറഞ്ഞാൽ ഫേസ് ഡിഫറൻസ് ആണ്. സോ y1, ഒരു y എന്ന് പറയുന്നത് 5 sin 3πt ആണ്. y2 എന്ന് പറയുന്നത് 5√3, ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 5√3 sin cos 3πt ആണ്. ഇവിടെ ഫേസ് ഡിഫറൻസ് 5 എത്രയാ? 0 ആണോ? Is 5 0 here? No, 5 is not 0 here. ഈ 5 എന്താണ് ഇതിനകത്ത്? ഇവര് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ആണ് അല്ലെ. ഒരു SHM-ന്റെ ഇക്വേഷൻ y1 is equal to a1 sin omega t, y2 is equal to a2 sin omega t plus 5 എന്ന് എഴുതുമ്പോഴുള്ള ഫേസ് ഡിഫറൻസ് ആണ് ആ 5. Just a phase difference between two SHMs. ഇവര് തമ്മിൽ ഇവിടെ ഫേസ് ഡിഫറൻസ് ഇല്ലേ? രണ്ടും 3πt ആണോ? അല്ല, there is a phase difference because ഒന്ന് സൈനും ആണ്, മറ്റേത് കോസും ആണ്. ഒന്നെങ്കിൽ സൈനിനെ കോസ് ആക്കുക, അല്ലെങ്കിൽ കോസിനെ സൈൻ ആക്കുക. രണ്ടിനെയും എന്താക്കുക? ഇൻ ടേംസ് ഓഫ് സെയിം ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആക്കണം. ഒന്നെങ്കിൽ രണ്ടും സൈൻ ആക്കണം, അതല്ലെങ്കിൽ രണ്ടും കോസ് ആക്കണം. ഏറ്റവും എളുപ്പം കോസിനെ സൈൻ ആക്കുകയാണ്. കോസിനെ സൈൻ ആക്കാൻ സൈനിന്റെ ഉള്ളിൽ ഒരു π/2 ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, so this can be written as 5√3 sin 3πt plus π/2. sin 3π, കോസിനെ സൈൻ ആക്കുന്നതാണ് ഏറ്റവും എളുപ്പം, കാരണം sin θ plus π/2 cos θ ആണ്. അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. ബാക്കിയുള്ള എല്ലാം ചിലപ്പം കൺഫ്യൂഷൻ വിളിച്ചു വരുത്തും. വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട. എല്ലാ കേസിലും കോസിനെ സൈൻ ആക്കുക, അതിനെന്ത് ചെയ്താൽ മതി? ഉള്ളിൽ ഒരു പ്ലസ് π/2 ഇട്ടാൽ ഒരു കൺഫ്യൂഷനും ഇല്ല. ഓക്കെ, അല്ലെങ്കിൽ കോസിനെ സൈനിനെ കോസ് ആക്കണം എന്നുണ്ടെങ്കിൽ cos π/2 മൈനസ് ഒമേഗ ടി ആണ്. ഓക്കെ, കോസ് π/2 മൈനസ് ഇട്ടിട്ട് ചെയ്യണം. അപ്പോ ഇതെന്തായിട്ട് മാറി? π/2 മൈനസ് 3πt എന്നായി. ഒന്നിന്റെ ഉള്ളിൽ പ്ലസ് 3πt, മറ്റേതിന്റെ ഉള്ളിൽ മൈനസ് 3πt. ആ മൈനസ് ഒഴിവാക്കാൻ പിന്നെ വേറെ ചെയ്യണം. സോ അതിനേക്കാളൊക്കെ ഏറ്റവും എളുപ്പം കോസിനെ നേരിട്ട് സൈൻ ആക്കുക, പ്ലസ് π/2 ഇടുക. സോ ഇവിടെ 5യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? π/2 ആണ്. π/2 ആണ്. സോ ഇറ്റ് ഈസ് റൂട്ട് ഓഫ് 5 സ്ക്വയർ പ്ലസ് 5√3 the whole square plus 0, കാരണം cos 5 എത്രയാണ്? 0 ആണ്. So this will be 10 എന്ന് വരും. So resultant amplitude is 10 meter അല്ലെങ്കിൽ 10 centimeter. Resultant amplitude is 10 centimeter and time period എന്തായിരുന്നായിരിക്കും? സെയിം ടൈം പീരീഡ്. അപ്പോൾ ഈ കേസിലെ ടൈം പീരീഡ് എത്രയാ? ഒമേഗ 3π ആണ്. ഒമേഗ is 3π, ടൈം പീരീഡ് is 2π ഒമേഗ 2/3 എന്ന് വരും. ഓക്കെ, 2/3. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഡി വിൽ ബി ദി ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. A damped oscillator has a frequency of 5 oscillations per second. The amplitude drops to half its value for every 10 seconds. The time it will take to 1/1000th of the original amplitude is closed. 1/1000th of the original amplitude. അപ്പോൾ നമ്മൾ ഡാംപ്ഡ് ഓസിലേഷന്റെ കേസ് നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഡാംപ്ഡ് ഓസിലേഷന്റെ കേസിൽ എങ്ങനെയാണ് ഡാംപ്ഡ് ഓസിലേഷൻ ഉണ്ടാവുക? സാധാരണ ഓസിലേഷന്റെ കൂടെ ഒരു റെസിസ്റ്റീവ് ഫോഴ്സും കൂടി ഉണ്ടാവും. സാധാരണ ഓസിലേഷന്റെ കൂടെ F is equal to എന്താണ്? -kx എന്നേ ഉണ്ടാവുള്ളൂ അല്ലെ. റീസ്റ്റോറിംഗ് ഫോഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ കൂടെ ഒരു BV എന്ന് പറയുന്ന സംഭവം കൂടി വരും, ഒരു റെസിസ്റ്റീവ് ഫോഴ്സും കൂടി വരും. വേർ B is the damping constant അല്ലെ. നമ്മൾ ഇതിന് എന്ത് എഴുതും? MA plus BV, F is equal to MA ആണ്, plus KX is equal to 0, അല്ലെങ്കിൽ M into d²x by dt² plus B into dx by dt plus K
kx is equal to 0. ഇതാണ് damped oscillation equation. This is the equation of damped oscillation. ഇതാണ് damped oscillation equation, differential equation representing damped oscillation. It is a second order differential equation. Second order differential equation ആണ് that we don't know how to solve. അല്ലേ, നമുക്ക് second order differential equation പഠിക്കാൻ +2 സിലബസിൽ as of now ഇല്ല. പക്ഷെ അത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, സോ ഏതായാലും ഇപ്പൊ as of now നമുക്ക് സോൾവ് ചെയ്യുന്നില്ല. ഇതിന്റെ സൊല്യൂഷൻ ആയിട്ട് x ഈക്വൽ ടു a of t ഇൻറ്റു കോസ് അല്ലെങ്കിൽ സൈൻ ഒമേഗ ഡി ടി പ്ലസ് ഫൈവ് എന്നുള്ള ടേമിലോട്ട്. ഓക്കെ, ഇത് മറ്റേതിനകത്തുള്ള പോലെ തന്നെ x ഈക്വൽ ടു a സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് ഓർ x ഈക്വൽ ടു a കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് എന്നുള്ള ഫോമിൽ തന്നെയാണ്. ബട്ട് ദർ ഇസ് എ ഡിഫറൻസ് ഹിയർ. ആംപ്ലിറ്റ്യൂഡ് ഈസ് നോട്ട് എ കോൺസ്റ്റന്റ്. ആംപ്ലിറ്റ്യൂഡ് എന്തല്ല, കോൺസ്റ്റന്റ് അല്ല. ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസസ് വിത്ത് ടൈം. So amplitude is given by a0 into e raised to minus bt by 2m. Amplitude is given by a0 into e raised to minus bt by 2m. ഇതിങ്ങനെ exponentially decay ചെയ്യാണ്. Amplitude is decaying exponentially. So ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞ എന്താണ്, ആംപ്ലിറ്റ്യൂഡ് a/2 ആവാൻ, ആംപ്ലിറ്റ്യൂഡ് a/2 ആവാൻ 10 ഓസിലേഷൻസ്, അതായത് 10 ഓസിലേഷൻസിന്റെ ടൈം എടുക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഹാഫ് ലൈഫ് അല്ലെ, ഹാഫ് ലൈഫ് പോലെ തന്നെയാണ്. മറ്റേതിനകത്ത് നമ്മൾ ന്യൂക്ലിയയിൽ പഠിക്കുന്നില്ല, n ഈക്വൽ ടു n0 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ലാംഡ ടി. സെയിം സിറ്റുവേഷൻ തന്നെയാണ്, ലാംഡക്ക് പകരം മൈനസ് ലാംഡ എന്ന് വന്നു എന്ന് മാത്രം. സോ അവിടെ n-ന്റെ വാല്യൂ ആഫ്റ്റർ n ഹാഫ് ലൈഫ് n0/2 റൈസ് ടു n ആണ്. ആഫ്റ്റർ n ഹാഫ് ലൈഫ് ഇറ്റ് ഈസ് n0/2 റൈസ് ടു n. അപ്പോൾ ഇവിടെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് 10 ഓസിലേഷൻസിന്റെ ടൈം ആണ്. ഹിയർ ദി ഹാഫ് ലൈഫ് ഈസ് ദി ടൈം ഓഫ് 10 ഓസിലേഷൻസ്. അപ്പോൾ 1/16 ആവണമെന്നുണ്ടെങ്കിൽ 1/1000. അപ്പൊ ഇവിടെ എന്താവണം, ആംപ്ലിറ്റ്യൂഡ് a0/1000 ആവണം. അപ്പൊ ഇത് അത്ര എളുപ്പമുള്ള വാല്യൂ അല്ല അല്ലെ, 2 റൈസ് ടു 2ന്റെ പവറിൽ നമുക്ക് എഴുതാൻ പറ്റുന്നില്ല. ഇതിന് പകരം ഞാൻ എന്ത് എഴുതുന്നുണ്ട്, a0/1024 ആക്കി. വലിയ മാറ്റമൊന്നുമില്ലല്ലോ, ചെറിയ മാറ്റം, 24, 1000 കൂടെ 24 എന്ന് പറഞ്ഞാൽ എത്രയാണ്, a0/2 റൈസ് ടു 10 ആണ്. 2 റൈസ് ടു 10 അല്ലേ 1024. ഓക്കെ, 2 റൈസ് ടു 10 ആണ് 1024. സോ എത്ര ഹാഫ് ലൈഫ് കഴിഞ്ഞാലാണ് a0/1024 ആവാം, 10 ഹാഫ് ലൈഫ്സ് കഴിയുമ്പോൾ. ഓക്കെ, ഇവിടെ n ഹാഫ് ലൈഫ്സ് കഴിയുമ്പോൾ n0/2 റൈസ് ടു n ആവും. ഇവിടെയും n ഹാഫ് ലൈഫ്സ് കഴിയുമ്പോൾ a0/2 റൈസ് ടു n ആവും. അപ്പൊ ഇവിടെ a0/1024 ആവണമെന്നുണ്ടെങ്കിൽ a0/2 റൈസ് ടു 10 വരണം. ദാറ്റ് ഈസ് 10 ഹാഫ് ലൈഫ്സ്. അപ്പൊ a0/1000 ആണ് ചോദിച്ചത്, 1/1000 ആവാനാണ് ചോദിച്ചത്. ഞാൻ അടുത്തുള്ള വാല്യൂയിലോട്ട് അതിനെ അപ്രോക്സിമേറ്റ് ചെയ്തു പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ദാറ്റ് കംസ് ത്രൂ പ്രാക്ടീസ്. അപ്പൊ ഇവിടെ എത്ര ഓസിലേഷൻസ് കഴിയേണ്ടി വരും, 10 ഹാഫ് ലൈഫ്സ് കഴിയേണ്ടി വരും. അപ്പൊ ഒരു ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ 10 ഓസിലേഷൻസിന്റെ ടൈം ആണ്. സോ ദാറ്റ് വിൽ ബി 10 ഓസിലേഷൻസിന്റെ ടൈം. അപ്പോ ഇവിടെ ഒരു 5 ഓസിലേഷൻസ് പെർ സെക്കൻഡ് എന്നാണ് പറഞ്ഞത്. ഒരു ഓസിലേഷനില് ഒരു സെക്കൻഡിൽ 5 ഓസിലേഷൻസ് ഉണ്ട്. ഓക്കെ, സോ ടൈം പീരീഡ് എന്ന് പറയുന്നത് ആക്ച്വലി എത്രയാണ്, 1/5 ആണ്. അപ്പൊ ഇവിടെ 10 ഓസിലേഷൻസ് കഴിയണം എന്നുണ്ടെങ്കിൽ ടി ഹാഫ് എന്ന് പറയുന്നത് ആക്ച്വലി എത്രയാണ്, 2 സെക്കൻഡ്സ് ആണ്. ടി ഹാഫ് ഈസ് ആക്ച്വലി 2 സെക്കൻഡ്സ്, 10 ഓസിലേഷൻസിന്റെ ടൈം. സോ അങ്ങനത്തെ 10 ഓസിലേഷൻസ്, 10 എത്ര ടി ഹാഫ്സ് കഴിയണം, ഇവിടെ 10 ടി ഹാഫ്സ് കഴിയണം എന്ന് പറഞ്ഞാൽ 1000 ഓസിലേഷൻസ് കഴിയണം എന്ന് പറഞ്ഞാല് 20 സെക്കൻഡ്സ് കഴിയണം. 20 സെക്കൻഡ്സ് ആണ് 1000 ഓസിലേഷൻസിന്റെ ടൈം. ദാറ്റ് ഈസ് ദി ആൻസർ ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, എ സിമ്പിൾ പെൻഡുലം ഓസിലേറ്റിംഗ് ഇൻ എയർ ഹാസ് എ ടൈം പീരിയഡ് ടി. The bob of the pendulum is immersed in a non-viscous liquid of density. The density of the liquid is 1/16 of the material of the bob. The bob is inside the liquid all the time. Its period of oscillation is. What is the time period of its oscillation? ആണ് question. So ഒരു ലിക്വിഡിലൊക്കെ ഇമ്മേഴ്സ് ചെയ്യുന്ന കേസിൽ എന്തും കൂടി വരും, മുകളിലോട്ട് ബോയൻസി ഫോഴ്സും കൂടി വരും. നമ്മളൊരു പെൻഡുലത്തിന്റെ കേസിൽ നമ്മൾ ഡിറൈവ് ചെയ്യുന്ന എങ്ങനെയാണ് ഇക്വേഷൻ, ഇങ്ങനെ നിൽക്കുമ്പോ ആംഗിൾ തീറ്റയിൽ നിൽക്കുമ്പോ താഴേക്ക് എന്തുണ്ടാവും, എം ജി ഉണ്ടാവും. ആ എം ജിനെ എന്താക്കും, കമ്പോണൻസ് ആക്കും, എം ജി സൈൻ തീറ്റ അങ്ങനെ ആക്കും. ഓക്കെ, പക്ഷെ ഈ സംഭവം ലിക്വിഡിൽ ഇമ്മേഴ്സ് ചെയ്താൽ എന്താ സംഭവിക്കുക,
mg മാത്രമല്ല മുകളിലോട്ട് ബോയൻസി ഫോഴ്സും കൂടി വരും. there will be buoyancy force. അപ്പോ നെറ്റ് ഫോഴ്സ് താഴേക്ക് എന്താ വരിക? ദി നെറ്റ് ഫോഴ്സ് ഡൗൺവേർഡ് വിൽ ബി mg മൈനസ് ബോയൻസി ഫോഴ്സ്. അപ്പൊ അതിനെയാണ് നമ്മൾ കമ്പോണൻസ് ആക്കുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്താക്കുന്നത്? കമ്പോണൻസ് ആക്കുന്നത്. ഓക്കെ, സോ ഇവിടെ mg സൈൻ തീറ്റയ്ക്ക് പകരം mg മൈനസ് ബോയൻസി ഫോഴ്സ് സൈൻ തീറ്റ എന്ന് വരും. mg മൈനസ് ബോയൻസി ഫോഴ്സ് സൈൻ തീറ്റ എന്നുള്ള അതിന് അങ്ങനെയാണ് കമ്പോണൻസ് വരിക. സോ അപ്പൊ നെറ്റ് ഫോഴ്സ് താഴേക്ക് mgക്ക് പകരം എന്താണ് വരുന്നത് ഇവിടെ? mg മൈനസ് ബോയൻസി ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വി റോ ജി ആണ്. വി റോ ഇൻറ്റു ഡെൻസ് അല്ലെങ്കിൽ സോറി mg minus v sigma g ആണ്. where sigma is the density of the liquid. where sigma is the density of the liquid. അല്ലേ? v into sigma g. m നെ എങ്ങനെ എഴുതാം? v rho g. v rho എന്ന് എഴുതാം. where rho is the density of the material. മെറ്റീരിയലിന്റെ ഡെൻസിറ്റി ആണ് റോ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ മാസ് അതിന്റെ വോളിയം ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു ജി. ബോയൻസി ഫോഴ്സ് ഇമ്മേഴ്സ്ഡ് വോളിയം എത്രയാണോ ഇമ്മേഴ്സ് ചെയ്തിട്ടുള്ളത്, അപ്പൊ ഫുൾ ഇമ്മേഴ്സ് ചെയ്തിട്ടുണ്ട് ഇൻറ്റു സിഗ്മ ഇൻറ്റു ജി. മൈനസ് വി സിഗ്മ ജി. ഇതിനകത്ത് നിന്ന് വി റോ ജി പുറത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി എന്താ ഉണ്ടാവുക? 1 മൈനസ് വി റോ ജി പുറത്തെടുക്കുകയാണെങ്കിൽ 1 മൈനസ് സിഗ്മ ബൈ റോ പുറത്തുണ്ടാവും. ഇവിടെ റോ ഇല്ല, ഇവിടെ റോ ഇല്ല, അപ്പൊ റോ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സിഗ്മ ബൈ റോ എന്ന് വരും. അപ്പൊ ഈ വി റോ എന്താണ്? വാട്ട് ഈസ് വി റോ? വി റോ എന്ന് പറഞ്ഞാൽ എം തന്നെയാണ്. സോ ദിസ് ഈസ് എം ജി ഇൻറ്റു 1 മൈനസ് സിഗ്മ ബൈ റോ. സോ നേരത്തെ ജി ഉണ്ടായിരുന്നിടത്തൊക്കെ ഇപ്പൊ വരാൻ പോകുന്നത് എന്താണ്? ജി ഇൻറ്റു 1 മൈനസ് സിഗ്മ ബൈ റോ എന്ന് പറയുന്ന ടേം വരും. ഓക്കെ, ജി ഇൻറ്റു 1 മൈനസ് സിഗ്മ ബൈ റോ എന്ന് പറയുന്ന ടേം ആണ് വരാൻ പോകുന്നത്. സോ ഇൻസ്റ്റെഡ് ഓഫ് എം ജി സൈൻ തീറ്റ വി വിൽ റൈറ്റ് എം ജി ഇൻറ്റു 1 മൈനസ് സിഗ്മ ബൈ റോ. സോ എല്ലായിടത്തും എന്ത് വരും? ജി ഉള്ളിടത്തൊക്കെ 1 മൈനസ് സിഗ്മ ബൈ റോ എന്ന് വരും ഡെറിവേഷനിൽ എല്ലായിടത്തും. So time period വരെ 2 pi into root of L by G into 1 minus sigma by rho. G into L minus sigma by rho. So question എന്താണ് പറഞ്ഞത്? Density is 1 by 16th of the density of the material of the ball. So പുതിയ time period വരെ the new time period will be T dash is equal to 2 pi into root of ഇനീഷ്യലി ഉണ്ടായിരുന്ന ടൈം പീരീഡ് എന്താ? 2 pi into root of എയറിലാവുമ്പോ L by G എന്നേ ഉള്ളൂ. എയറിൽ ഇറ്റ് ഈസ് L by G. Okay, here it will be 2 pi into root of L by G into 1 minus എത്രയാണ് അതിന്റെ ഡെൻസിറ്റി? 1 by 16th of rho ആണ്. So that will be 1 by 16 അല്ലെ? 1 by 16 rho divided by rho എന്ന് വരും. So rho cancel 1 by 16. So this is 2 pi into root of L by G into താഴെ എന്ത് വരും? 15 by 16 വരും. 16 മുകളിലോട്ട് പോകും. 16 by 15. So ഇത്രയും സംഭവം എന്താണ്? പഴയ ടൈം പീരീഡ് ആണ്. ഇത്രയും സംഭവം പഴയ ടൈം. സോ ടൈം പീരീഡ് ഇൻറ്റു റൂട്ട് ഓഫ് 16 by 15 അല്ലെങ്കിൽ റൂട്ട് ഓഫ് 16 എത്രയാ? 4. സോ 40 by റൂട്ട് 15. 4t divided by root 15. So that will be the answer. Okay, so option 4 will be 5. For the answer 3 will be the answer. Option 3. ഇനി അടുത്ത എന്താണ്? The displacement of a damped harmonic oscillator is given by x of t is equal to e raised to minus 0.1 t cos pi t plus phi. അപ്പൊ നേരത്തെ പറഞ്ഞ ഡാംപ്ഡ് ഓസിലേഷന്റെ ഇക്വേഷൻ ആണത്. ഞാൻ a of t എന്ന് എഴുതി. ആ ആംപ്ലിറ്റ്യൂഡിന്റെ ഇക്വേഷൻ ഞാൻ താഴെ എഴുതിയിരുന്നു. a0 into e raised to minus 0.1 t. That t is in seconds. The half life of the time taken for its amplitude of vibration to half of its initial value is close to. So what is the time taken to drop its amplitude to half of its initial value? So നമ്മൾ നേരത്തെ ചെയ്തതാണ് അല്ലേ? നേരത്തെ ചെയ്തതാണ്. ഏതുപോലെ തന്നെയാണ്? n0 into e raised to minus lambda t പോലെ തന്നെയാണ്. ഇതിനകത്ത് t halfന്റെ ഇക്വേഷൻ എന്തായിരുന്നു? What was the equation for t half? That is ln2 by lambda അല്ലെങ്കിൽ 0.693 by
ലാംഡ. അപ്പോ ആ ടൈമിന്റെ കോയിഫിഷ്യന്റ് എന്താണോ നോക്കുക, അതേ ഡിവൈഡ് ബൈ 0.693 ആണ് എന്ത് എന്ന് പറയുന്നത്. അതേ ഡിവൈഡ് ബൈ 0.693 ആണ് ടി ഹാഫ്. അത് എല്ലാ എക്സ്പോണൻഷ്യലിന്റെ കേസിലും അത് തന്നെ. ഇപ്പൊ കെമിക്കൽ കൈനറ്റിക്സിലും എല്ലാത്തിനകത്തും ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് എന്ന് പറയുന്ന ഒരു സംഭവം വരികയാണെങ്കിൽ ഹാഫ് ലൈഫ് എന്താണ്? ദാറ്റ് ഈസ് ln2 അല്ലെങ്കിൽ 0.693 ഡിവൈഡഡ് ബൈ ദി കോഎഫിഷ്യന്റ് ഓഫ് ടൈം. ഓക്കെ, അപ്പൊ ഈ കേസിൽ ടി ഹാഫ് എന്താണ് ആക്ച്വലി ln2 ഡിവൈഡ് ബൈ b/2m ആണ്. പക്ഷെ ഈ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് തന്നിട്ടുള്ളത്? ഇ റേസ് ടു മൈനസ് 0.1 ഇൻറ്റു ടി എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ആംപ്ലിറ്റ്യൂഡ്. ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ആംപ്ലിറ്റ്യൂഡ് ടേം ഏതാണ്? ആംപ്ലിറ്റ്യൂഡ് ടേം ഈസ് ദിസ് തിങ്, കോസിന്റെ കോയിഫിഷ്യന്റ് ആയിട്ട് വരുന്ന ആ സംഭവമാണ് ആംപ്ലിറ്റ്യൂഡ് ടേം എന്ന് പറയുന്നത്. ഓക്കെ, സോ ടി ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് ln2 divided by 0.1, that is 0.693 divided by 0.1, that is 6.93, approximately equal to 7 seconds. 7 seconds. Option 3 will be the answer. Option 3. Yeah. So that is about it. ഇത്രയാണ് SHM എന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ആൾമോസ്റ്റ് എല്ലാ ഏരിയയും കവർ ചെയ്ത് പോയിട്ടുണ്ട്. എല്ലാ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ എല്ലാം കവർ ചെയ്ത് പോയിട്ടുണ്ട് ഏകദേശം. ഇന്നത്തെ ടൈം ഏകദേശം തീരാറായി. വേറെ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിനകത്ത്? വേറെ മുമ്പത്തെ റൊട്ടേഷനിൽ ഏതെങ്കിലും കിട്ടാത്തുണ്ടായിരുന്നു ആർക്കെങ്കിലും? അല്ലെങ്കിൽ 4 മിനിറ്റും കൂടി ഉണ്ട്, പെട്ടെന്ന് വേണമെങ്കിൽ 1-2 ക്വസ്റ്റ്യൻ ചെയ്യാം. റൊട്ടേഷനിൽ ആർക്കെങ്കിലും കിട്ടാത്തുണ്ടായിരുന്നോ? ശ്രേയസ്, വേറെ ആരാണ് ഇതിലുള്ളത്? ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ എന്നാ ശരി. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഏതാ എടുക്കുക? ചാപ്റ്റർ വേവ്സ് എടുക്കാം. ഓക്കെ, അടുത്ത ചാപ്റ്ററിൽ അടുത്ത ക്ലാസ്സിൽ വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നോക്കിയിട്ട് വരാം. ഞാൻ അയച്ചു തരാൻ പറയാം. ഓക്കെ, എന്നാ ശരി. വേറെ ആർക്കും ഡൗട്ടൊന്നും ഇല്ലല്ലോ? നിങ്ങൾ പഠിച്ചു വന്നിട്ടേ കാര്യമുള്ളൂ കേട്ടോ, അല്ലാതെ എനിക്ക് എല്ലാ തിയറിയൊന്നും പറയാൻ സമയം ഉണ്ടാവില്ല. ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. താങ്ക് യു.